മഹിജയും കുടുംബവും അതിശക്തമായി സമരരംഗത്ത് തുടരുകയാണ്. നിലപാടിൽ അയവില്ലാതെ ചെയ്തതെല്ലാം ശരിയാണ് എന്ന നിലപാടോടെ പരസ്യവുമിറക്കി സർക്കാരിനു പിന്നിൽ പാറ പോലെ ഉറച്ച് CPM. പ്രകാശ് കാരാട്ട് വരെ സർക്കാരിനെയും പാർട്ടിയെയും വിശദീകരിച്ചും സർക്കാരിനെ പ്രതിരോധിച്ചും രംഗത്തിറങ്ങുന്ന സാഹചര്യം. പക്ഷേ അടിയന്തര ഇടപെടൽ പരിഹാരം ആവശ്യപ്പെടുന്ന നിലയിൽ ഒരു കുടുംബത്തിൻ്റെ സമരം മുന്നോട്ടു പോകുന്നു. അതിന് എങ്ങനെയാണ് പരിഹാരം എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മറ്റെല്ലാം പിന്നാലെ മാത്രം പരിശോധിക്കാവുന്ന വിധത്തിൽ അടിയന്തര പ്രശ്നമായി കേരളത്തിൻ്റെ മുമ്പിൽ ഈ സമരം നിൽക്കുകയാണ്. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. നിലപാടിൽ അയവില്ലാതെ സർക്കാർ, സമരം ശക്തമാക്കി ജിഷ്ണുവിൻ്റെ കുടുംബം. മഹിജ തീവ്രപരിചരണ വിഭാഗത്തിൽ ഡ്രിപ്പ് നൽകിയത് ബലപ്രയോഗത്തിലൂടെ. സർക്കാരിന് മനസാക്ഷിക്കുത്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിനെ ന്യായീകരിച്ച് പത്രപരസ്യവുമായി സർക്കാർ വാദം തള്ളിക്കളഞ്ഞ് കുടുംബം. ജിഷ്ണു കേസിൽ CPIക്കും MA ബേബിക്കും കാരാട്ടിന്റെ മറുപടി. സർക്കാരിനെ വിമർശിക്കുന്നവർ പ്രതിപക്ഷത്തല്ലെന്നോർക്കണം. CPI നിലപാട് കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്നും കാരാട്ട്. നിലപാട് തിരുത്തി ബേബി. പിണറായി ഖേദം പ്രകടിപ്പിക്കണമെന്ന് AK ആന്റണി. ഉപതെരഞ്ഞെടുപ്പിന് ആവേശം പകർന്ന് മലപ്പുറത്ത് VSഉം ആന്റണിയും. സംസ്ഥാന ഭരണം വിലയിരുത്തണമെന്ന് VS അച്യുതാനന്ദൻ. എന്നാലും കേരളത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതിനാൽ സംസ്ഥാന ഭരണത്തിൻ്റെ വിലയിരുത്തലും കേന്ദ്ര ഭരണത്തിൻ്റെ വിലയിരുത്തലും നിങ്ങൾ നടത്തണം. സർക്കാരിനെ വിലയിരുത്താൻ സമയമായില്ലെന്ന് മന്ത്രി AC മൊയ്തീൻ. VS ആരെയോ ഭയക്കുന്നുവെന്ന് AK ആന്റണി. ചരക്ക് ലോറി സമരം പിൻവലിച്ചു. തീരുമാനം IRDAയുമായി ലോറി ഉടമകൾ നടത്തിയ ചർച്ചയിൽ ഇൻഷുറൻസ് പ്രീമിയം തുകയിൽ കുറവ് വരുത്താമെന്ന് ധാരണ. സിറിയയിൽ വീണ്ടും അമേരിക്കൻ ആക്രമണം. 15 പേർ കൊല്ലപ്പെട്ടെന്ന് സിറിയൻ വക്താവ്. അമേരിക്കയുമായുള്ള ഭിന്നത മുറുകുന്നതിനിടെ റഷ്യൻ പടക്കപ്പൽ മെഡിറ്ററേനിയൻ കടലിലേക്ക്. IPLൽ കിങ്സ് 11 പഞ്ചാബിന് വിജയത്തുടക്കം. പൂനെ സൂപ്പർ ജയൻസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. കൈവിട്ട തന്ത്രങ്ങൾ, അകൽച്ച മൂർച്ഛിപ്പിച്ച് കടുംപിടുത്തം. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജയെ ICUവിലേക്ക് മാറ്റി. മഹിജയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകണമെന്ന് മുഖ്യമന്ത്രി ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. സന്ദർശകരെ ഒഴിവാക്കാനാണ് ICUവിലേക്ക് മാറ്റിയതെന്ന് ആക്ഷേപവും ഉയർന്നു. ആരോഗ്യസ്ഥിതി മോശമാകുമ്പോഴും ആശുപത്രിയിലേക്ക് മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് ജിഷ്ണുവിന്റെ സഹോദരി അവിഷ്ണ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജിഷ്ണുവിന്റെ അമ്മ മഹിജയെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്നാണ് ICUവിലേക്ക് മാറ്റിയത്. ആശുപത്രിയിലും മഹിജ നിരാഹാര സമരം തുടരുകയായിരുന്നു. അതിനിടെ മഹിജയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. മഹിജയ്ക്ക് മികച്ച പരിചരണമാണ് നൽകുന്നതെന്ന് ആശുപത്രി അധികൃതരും വിശദീകരിക്കുന്നു. നേരത്തെ മഹിജയും ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്തും നിരാഹാരം തുടരുമ്പോഴും ജ്യൂസ് ഉൾപ്പെടെയുള്ള പാനീയങ്ങൾ കഴിക്കുന്നുണ്ടെന്ന ആശുപത്രി അധികൃതരുടെ വാർത്താക്കുറിപ്പ് വിവാദത്തിന് വഴിവെച്ചിരുന്നു. ഇത് തങ്ങളെ അവഹേളിക്കുന്നതാണെന്നായിരുന്നു ജിഷ്ണുവിന്റെ കുടുംബാംഗങ്ങളുടെ നിലപാട്. ഞങ്ങൾ ചോദിക്കുന്നത് ജ്യൂസ് കഴിച്ചു എന്നത് പച്ചക്കള്ളമാണെന്ന് ഈ വാർഡിലുള്ള, ഞങ്ങളൊരു ജനറൽ വാർഡിലാണ്, തൊട്ടടുത്തിരിക്കുന്ന രോഗികൾ നിങ്ങൾക്ക് സാക്ഷികളായി പറയാം. ഞങ്ങളൊരു സഹന സമരത്തിനാണ്, ഇതൊരു രാഷ്ട്രീയ സമരത്തിലല്ല. ഞങ്ങൾ ഉന്നയിച്ച 2 ആവശ്യങ്ങളും ന്യായമല്ല എന്ന് കേരള സമൂഹത്തിന് തോന്നി തുടങ്ങിയെങ്കിൽ, ഞങ്ങൾ അനാവശ്യ വാശി പിടിക്കുകയാണെന്ന് തോന്നി തുടങ്ങിയെങ്കിൽ, ഏതെങ്കിലും ഒരു കുഞ്ഞ് ഈ ആശുപത്രിയിൽ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമരം അവസാനിപ്പിക്കാം. മഹിജയെ നിർബന്ധിച്ച് പേവാർഡിലേക്ക് മാറ്റാൻ ആശുപത്രി അധികൃതർ ശ്രമിച്ചതായും ശ്രീജിത്ത് ആരോപിച്ചു. പ്രതികളെ പിടികൂടും വരെ നിരാഹാര സമരം തുടരാനാണ് ജിഷ്ണുവിന്റെ സഹോദരി അവിഷ്ണയുടെ തീരുമാനം. ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന ആവശ്യം അവിഷ്ണ തള്ളി. ആര് പറഞ്ഞാലും ആശുപത്രിയിലേക്ക് ഞാൻ മാറില്ല, ഞാൻ ഇവിടെ തന്നെ നിരാഹാരം തുടരും. ഏട്ടന് നീതി കിട്ടുന്നവരെ ഞാൻ ഇവിടെ തന്നെ നിരാഹാരം തുടരും. ന്യൂസ് 18 തിരുവനന്തപുരം.
ജിഷ്ണു പ്രണോയ് കേസിൽ സർക്കാരിന്റെ പത്രപരസ്യം വിവാദമാകുന്നു. സമരത്തിന് നേരെയുള്ള പോലീസ് നടപടിയിൽ വീഴ്ചയില്ലെന്ന പരസ്യത്തിലെ വാദം ജിഷ്ണു പ്രണോയുടെ കുടുംബം തള്ളി. ഖജനാവിലെ പണം ദുരുപയോഗം ചെയ്യുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷവും രംഗത്തെത്തി. ജിഷ്ണു പ്രണോയ് കേസിൽ ഉടലെടുത്ത പ്രതിസന്ധി മറികടക്കുന്നതിന്റെ ഭാഗമായായിരുന്നു PRDയിലൂടെ സർക്കാർ പത്രപരസ്യം നൽകിയത്. ജിഷ്ണുവിന്റെ കുടുംബം നടത്തിയ സമരത്തിന് നേരെയുള്ള പോലീസ് നടപടിയിൽ വീഴ്ചയില്ല. സത്യങ്ങളെ തമസ്കരിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളതെന്നും പത്രപരസ്യം വിശദീകരിക്കുന്നു. എന്നാൽ പോലീസിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള പത്രപരസ്യം അവാസ്തവമാണെന്ന വിമർശനം ജിഷ്ണുവിന്റെ അമ്മ മഹിജ ഉന്നയിച്ചു. മർദ്ദനമേറ്റില്ലെങ്കിൽ എന്തിനാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും മഹിജ ചോദിക്കുന്നു. പോലീസിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യം മറ്റേ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അതിനുശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അപ്പം ഒന്നും ഇങ്ങനെ ഒരു മർദ്ദനവും കാര്യവും ഒന്നും ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടതില്ലല്ലോ, അപ്പം തന്നെ ഡിസ്ചാർജ് ആക്കി കൂടിയായിരുന്നു. സർക്കാരിന്റെ പത്രപരസ്യം അടിസ്ഥാനരഹിതമാണെന്ന ജിഷ്ണുവിന്റെ പിതാവ് അശോകനും പ്രതികരിച്ചു. നമ്മളെ എല്ലാം ഈ പാർട്ടിയിൽപ്പെട്ടാണ്, അങ്ങനെ പറയുന്നതിൽ വിഷമമുണ്ട്. കാരണമെന്ന് വെച്ചാൽ അവർ പറഞ്ഞ 6 പേരൊഴിച്ച് ബാക്കിയുള്ള ആൾക്കാർ 14 പേരും ഞങ്ങൾ വടകരയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്ന ആൾക്കാരാണ്, എല്ലാം ബന്ധുക്കളാണ്. അതൊക്കെ തെറ്റാണ് അവർ പറയുന്നത്. ഖജനാവിലെ പണം ഉപയോഗിച്ച് അവാസ്തവങ്ങൾ പ്രചരിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഈ പരസ്യത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല, എല്ലാം തെറ്റും അവാസ്തവമായ കാര്യങ്ങളാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇങ്ങനെ ഒരു പരസ്യം കൊടുത്ത് ഈ കുടുംബത്തെ അപമാനിക്കേണ്ട കാര്യം എന്താണ് ഉണ്ടായത്? സർക്കാരിന്റെ ഇരട്ട മുഖമാണ് പത്രപരസ്യത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ പ്രതികരിച്ചു. ജിഷ്ണുവിന്റെ കുടുംബത്തെ ബോധ്യപ്പെടുത്താനല്ല, സർക്കാർ പരസ്യം രാഷ്ട്രീയ മറുപടിയാണെന്നുമായിരുന്നു നാദാപുരം MLA EK വിജയന്റെ പ്രതികരണം. CPIM സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവനയാണ് പാർട്ടിയുടെയും സർക്കാരിന്റെയും നയമെന്ന് മന്ത്രി G സുധാകരനും വിശദീകരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് CPIMനെ പ്രതിനിധീകരിച്ച മുൻ MLA കോട്ടയം ജില്ലാ സെക്രട്ടറി ശ്രീ VN വാസവൻ, കോൺഗ്രസ് നേതാവ് ശ്രീമതി ബിന്ദു കൃഷ്ണ, BJP നേതാവ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ, മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാർ എന്നിവരാണ് ഉള്ളത്. ശ്രീ VN വാസവൻ, വളരെ ഗുരുതരമായ വളരെ പ്രധാനപ്പെട്ട ഒരു അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം, പോലീസിൻ്റെ നടപടികളിൽ പ്രതിഷേധിച്ച് ഒരു കുടുംബം, അമ്മ, മകൾ, സഹോദരൻ 3 പേർ സമരത്തിലാണ്, നിരാഹാര സമരത്തിലാണ്. വെള്ളം പോലും കുടിക്കാതെ ആ പെൺകുട്ടി കണ്ണൂരിൽ അവരുടെ വീട്ടിൽ സമരം ചെയ്യുന്ന ഒരു സാഹചര്യം. എന്തൊക്കെ ന്യായം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും അത് അവസാനിപ്പിക്കുക എന്നതല്ലേ അടിയന്തരമായി ചെയ്യേണ്ടത്? അതിനൊരു വലിയ ഉത്തരവാദിത്വം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണ്ടേ? ഏത് ന്യായം വിശദീകരിച്ചാലും. പക്ഷെ അതുണ്ടാകുന്നുണ്ടോ? അതിനുള്ളൊരു മനോഭാവം ഉണ്ടാകുന്നുണ്ടോ? മുഖ്യമന്ത്രി തന്നെ പറയുന്നു മനസാക്ഷി കുത്തില്ല എന്ന് വെച്ചാൽ വൈകാരികമായി പ്രശ്നത്തെ കൈകാര്യം ചെയ്ത ഇടപെട്ട കുടുംബം സ്വയം എത്തിച്ചേർന്ന ഒരു അവസ്ഥയിലാണ്. സർക്കാരിനൊരു മനസാക്ഷി കുത്തുമില്ല എന്ന് പറഞ്ഞാൽ അത് അവർ തന്നെ ആ നിലയിൽ അനുഭവിക്കട്ടെ എന്ന് ധരിക്കണോ? സർക്കാർ അയയണ്ടേ? അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കണ്ടേ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ? നിശ്ചയമായും ഇന്ന് സായാഹ്നത്തിലും ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ രംഗത്ത് ആ കുടുംബത്തോടൊപ്പമാണ്. അവരുടെ സുരക്ഷിതത്വവും അതോടൊപ്പം തന്നെ അതിലെ കുറ്റവാളികളെയും കണ്ടുപിടിക്കാനുള്ള വലിയ പരിശ്രമത്തിൻ്റെ രംഗത്താണ്. അത് ആവർത്തിച്ചുറപ്പിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ആദ്യം മുതൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഈ പ്രശ്നത്തിൽ മാനേജ്മെൻറ്റിനെതിരെ കേസെടുത്തു. ശ്രീ VN വാസവൻ, ശരിയാണ്, ഈ ചർച്ചയും തുടങ്ങിയത് ഇന്നല്ല. ശ്രീ വാസവൻ, ഈ ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ പറയുന്നൊരു കാരണമാണ്. ഇപ്പോൾ അതുമെല്ലാം കടന്ന് അടിയന്തരമായി അങ്ങനെ സമരം ചെയ്യുന്ന, നിരാഹാര സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം. അവർ തീവ്രപരിചരണ വിഭാഗത്തിലായി പോകുന്ന സാഹചര്യമുണ്ട്. ആ പെൺകുട്ടി വീട്ടിൽ സമരം ചെയ്യുന്നു, ഇവരുടെ സഹോദരൻ, അത് പരിഹരിക്കാൻ, അത് അടിയന്തരമായി അവസാനിപ്പിക്കാൻ ഒരിടപെടലാണ് വേണ്ടത്. പക്ഷെ അവിടെയാണ് മുഖ്യമന്ത്രി പറയുന്നത് സർക്കാരിന് മനസാക്ഷി കുത്തില്ല എന്ന് പറയുന്നത്. പ്രശ്നം പരിഹാരം ഇനിയും അകലെയാണ് എന്നൊരു തോന്നലല്ലേ? ഈ പ്രശ്നത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അത് രാഷ്ട്രീയമായി അത്തരം ചിന്തകൾ വെച്ച് പുലർത്തുന്നവർക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥം നിറഞ്ഞ സമീപനം തന്നെയാണ് പ്രകടമാക്കിയത്. അതുകൊണ്ടാണ് ഈ രംഗത്ത് ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ചേർത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ വെച്ച് ഈ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമത്തിലേക്ക് വീണ്ടും വന്നത്. അതിനു മുമ്പ് തന്നെ
ആ കാര്യത്തിൽ ആ കുടുംബം സൂചിപ്പിച്ചതുപോലെ വിജു കെ സ്റ്റേഫൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. മാറ്റി. കിരൺ നാരായൺ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ASPയുടെ നേതൃത്വത്തിൽ വെച്ചു. അവരെയും മാറ്റി. ഇപ്പോൾ കുറേ കൂടി ജാഗ്രതയോടെ നീങ്ങാൻ കഴിയുന്ന IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരടക്കം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ വന്ന് ഇതിലൊരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ചുറപ്പിച്ച് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ആത്മാർത്ഥത എന്താ നിങ്ങൾ കാണാത്തത്? അതിനകത്ത് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ട കാര്യം എന്താ? ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ശ്രീ വി എൻ വാസവൻ, നമ്മൾ ഈ പ്രശ്നത്തെ ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തുന്നിടത്താണ് പ്രശ്നം. ശരിയാണ്, ജിഷ്ണുവിന്റെ മരണം, അതിൽ കൊലയാളികൾ പിടിക്കപ്പെടേണ്ടതാണ്, അതിൽ 90 ദിവസം കഴിഞ്ഞിട്ടും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇതെല്ലാം ശരിയാണ്. ഞാൻ അത് ആ ആവർത്തനങ്ങളിലേക്കല്ല വരുന്നത്. അതിൽ ചെയ്യേണ്ടതെല്ലാം മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അടിയന്തര സാഹചര്യം ആവശ്യപ്പെടുന്ന ഒരു പ്രശ്നം മറ്റൊന്നാണ്. അവർ നിരാഹാര സമരം തുടരുന്നു. പോലീസിൻ്റെ അതിക്രമമാണ് അവർ ഉന്നയിക്കുന്ന ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ പക്ഷേ സർക്കാർ അയവില്ലാത്ത നിലപാട് സ്വീകരിച്ചാൽ ഈ സമരം എങ്ങനെ അടിയന്തരമായി അവസാനിപ്പിക്കാനാകും? അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി സർക്കാരിനില്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. അതേക്കുറിച്ച് നമ്മൾക്കൊന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. പോലീസിൻ്റെ അതിക്രമമെന്ന് നമ്മൾ ചാനലുകളും മാധ്യമങ്ങളും പ്രചരിപ്പിച്ചാൽ മതിയോ? നിങ്ങളുടെ തന്നെ വീഡിയോ ക്ലിപ്പ് എടുക്ക്, വിവിധ ചാനലുകളുടെ വീഡിയോ ക്ലിപ്പ് എടുക്ക്. ആ വീഡിയോ ക്ലിപ്പിൽ എവിടെയെങ്കിലും ലാത്തിച്ചാർജ് നടക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും വഴിയിലിട്ട് വലിക്കുന്നതോ ആരെങ്കിലും ഉപദ്രവിക്കുന്നതായോ നിങ്ങൾക്കോ എനിക്കോ കാണാൻ കഴിയും? ആശുപത്രി കിടക്കയിൽ കിടന്ന് മഹിജ പറയുന്നു. ഈ വിഷയത്തിൽ ഇതിൽ മാധ്യമങ്ങളോ നമ്മൾ ആരും കക്ഷിയല്ല. അവർ തന്നെ പറയുന്നു മർദ്ദനമേറ്റു എന്ന്. അവർ തന്നെയാണ് പറയുന്നത്. അവർ തന്നെയാണ് പറയുന്നത്. അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക്. ഈ സമരത്തിന് വന്ന ദിവസം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? 957 ഏപ്രിൽ 5 കേരളത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് അതിൻ്റെ 60ാം വാർഷികം ആഘോഷിക്കുന്ന ദിവസം തന്നെയാണ് ഈ സമരരംഗത്തേക്ക് ചില ആളുകൾ ഇവരുടെ പിന്നാലെ കടന്നു വരുന്നത്. എന്താണ് ആ ദിവസം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായി കൂടെ ചേർന്നിരുന്ന ആളുകൾ ഏതെല്ലാമോ ലക്ഷ്യത്തിലൂന്നി നിന്നുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തി എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? വൻ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നു. ആ കുടുംബത്തോട് വലിയ സഹതാപം നമുക്കുണ്ട്. അതിൻ്റെ പ്രതികളെ നമുക്ക് പിടികൂടണം. ആ കുടുംബത്തോടൊപ്പമാണ് ഈ ഗവൺമെൻറ് ഈ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ഈ കാര്യത്തിൽ ചെയ്യണം, അതെല്ലാം ചെയ്യുന്നു. അതായത് അത്രയുമുണ്ട്. ആ കുടുംബത്തോടൊപ്പമാണെന്ന് ആവർത്തിക്കുന്നുണ്ടല്ലോ. ആ സ്ത്രീ തന്നെ പറയുന്നു മർദ്ദനമേറ്റു, ഇടുപ്പിന് പരിക്കുണ്ട്, ഇത്രയും ദിവസമായിട്ടും എനിക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാത്തത് തന്നെ അതുകൊണ്ടാണ് എന്ന് അവർ പറയുന്ന, അവർക്ക് പോലീസിൽ നിന്ന് മർദ്ദനമേറ്റു എന്നും അവർ പറയുന്ന ആ വാദം കൂടി അങ്ങനെയാണെങ്കിൽ അവർക്കൊപ്പമാണെന്ന് പറയുന്നവർ അംഗീകരിക്കണ്ടേ? അതെന്തുകൊണ്ടുണ്ടാവുന്നില്ല? ബാക്കിയൊക്കെ അതിൻ്റെ തുടർച്ചയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങളാണല്ലോ. അല്ല, അതെന്താണെന്ന് പരിശോധിക്കാൻ അതെന്താണെന്ന് പരിശോധിക്കാനും വേണ്ട നിർദ്ദേശം കൊടുത്ത് IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി ഒരു അന്വേഷണ റിപ്പോർട്ട് വരുന്നുണ്ടല്ലോ. ശരി, അതിനു മുമ്പ് തന്നെയാണല്ലോ താങ്കളുടെ സർക്കാർ, അതിനു മുമ്പ് തന്നെയാണല്ലോ ശ്രീവാസവൻ താങ്കളുടെ സർക്കാർ പരസ്യം ചെയ്ത് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഒരു ഭാഗത്ത് പറയുന്നത്. മുഖ്യമന്ത്രി തന്നെ പരസ്യമായി നിലപാടെടുത്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ അന്വേഷണം എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് രാംകുമാർ, ഈ അന്വേഷണം സർക്കാരിൻ്റെ പരസ്യം അതിലേക്ക് വരും മുമ്പ് തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, അസാധാരണമായൊരു സാഹചര്യം, അത് ഈ നിലയിലൊന്നും വഷളാകാതെ കുറെ കൂടി വേഗത്തിലും കൃത്യമായും പരിഹരിക്കാമായിരുന്നൊരു സംഭവം അങ്ങനെ കൈവിട്ട് നിൽക്കുന്ന ഘട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിപ്പെട്ടു എന്നൊരു വിലയിരുത്തൽ ഈ പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അഡ്വക്കേറ്റ് രാംകുമാർ. ഈ പരസ്യം കാണുമ്പോൾ രണ്ട് കാര്യമാണ് വ്യക്തമാകുന്നത്. ഒന്ന്, സർക്കാരിൻ്റെ സംഘട്ടനത്തോടുകൂടിയുള്ള ആശയക്കുഴപ്പം, മനസ്സംഘട്ടനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. എന്ത് നയമാണ് ഈ കാര്യത്തിൽ എടുക്കേണ്ടത് എന്നൊരു വ്യക്തതയില്ല. രണ്ട്, കോടതിയിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് പ്രോസിക്യൂട്ടിംഗ് ഏജൻസി ഞങ്ങളുടെ നിലപാടാണ് ശരി എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ കാശ് കൊടുത്ത് പരസ്യം ചെയ്യുന്നത് നഗ്നമായ കോടതിയെ ലക്ഷ്യമല്ലേ? ഈ സംഭവത്തോടനുബന്ധിച്ച് കുറച്ച് ആളുകൾ സംഘം ചേർന്ന് തടസ്സം ചെയ്തു എന്ന് പരസ്യത്തിൽ പറയുന്നുണ്ട്. ആരാണവർ? KM ഷാജഹാൻ, SUCI നേതാവ്, വേറെ ചില ആളുകൾ. അപ്പോൾ അവരുടെ കേസ്
കോടതിയിൽ നിലനിൽക്കുമ്പോൾ അവർ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് പ്രോസിക്യൂട്ടിംഗ് ഏജൻസി പരസ്യം ചെയ്യുന്നത്, അതും സർക്കാരിൻ്റെ ജനങ്ങളുടെ പണം ചെലവാക്കി പരസ്യം കൊടുക്കുന്നത് നഗ്നമായ കോടതിയെ ലക്ഷ്യമല്ലേ? കോടതിയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടല്ലേ അത് ചെയ്യണം. ഈ കോടതിയെ സ്വാധീനിക്കാൻ ഈ സർക്കാർ ചെയ്യുന്ന ആദ്യം പുതുമയൊന്നുമല്ല. കാരണം ഹൈക്കോടതിയിലൊരു ജഡ്ജി, ലാവ്ലിൻ കേസ് കേൾക്കുന്ന ജഡ്ജി, വിജിലൻസ് ഡയറക്ടറെ പറ്റി എന്തോ പറഞ്ഞു എന്ന് പത്രക്കാർ റിപ്പോർട്ട് ചെയ്തു. അന്ന് പത്രവാർത്ത മുഖ്യമന്ത്രിക്ക് വേദവാക്യമാണ്. അത് വിശ്വസിച്ചുകൊണ്ട് വിജിലൻസ് ഡയറക്ടറെ മാറ്റി. ജഡ്ജിയെ സന്തോഷിപ്പിക്കാനാണ് എന്നുള്ളത് പ്രകടമാണ്. പക്ഷേ അത്തരം പിത്തലാട്ടങ്ങളൊന്നും നടപ്പാവുന്ന ജഡ്ജി അല്ല. അത് CPM നേതൃത്വത്തിന് അറിയാം. അങ്ങനെയൊന്നും സ്വാധീനിക്കപ്പെടുന്ന ആളല്ല ആ ജഡ്ജി എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ഇരട്ടത്താപ്പല്ലേ? പിന്നീട് ആ ജഡ്ജി തന്നെ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ അത് ആ കാര്യത്തിൽ പത്രവാർത്തകൾ 100% ശരി. ഇവിടെ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്ന ദൃശ്യങ്ങളെ അവിശ്വസിച്ചുകൊണ്ട് പരസ്യം കൊടുക്കുന്നു. ഇത് ഇരട്ടത്താപ്പല്ലേ? പിന്നെ ഷാജഹാനെ സംബന്ധിച്ച് ശ്രീ പിണറായി വിജയന് പ്രത്യേകം താല്പര്യമുണ്ട്. കാരണം അദ്ദേഹം ലാവ്ലിൻ കേസിൽ ഇടപെട്ട് പിണറായിയെ ഡിസ്ചാർജ് ചെയ്ത് തെറ്റാണ് എന്ന് കോടതിയിൽ വാദിക്കുന്നതാണ്. അദ്ദേഹത്തിനോട് വൈരാഗ്യമുണ്ടാവാൻ ശ്രീ പിണറായിക്ക് കാരണങ്ങളുണ്ട്, അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ആ ആളുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് സത്യാവസ്ഥയാണ് എന്ന് ജനങ്ങളുടെ കാശ് ചെലവാക്കി ഇപ്പോൾ വിചാരണ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രതികളുടെ അവകാശങ്ങളെ ലംഘിക്കുന്നത് നഗ്നമായ നിയമ നടപടികളുടെ ഇടപെടലും കോടതി അലക്ഷ്യവുമാണ്. അതൊരിക്കലും ഒരു ജനാധിപത്യ വിശ്വാസമുള്ള ഗവൺമെൻറ് ചെയ്യാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ വിഷ്ണു പിണറായിയുടെ സംഭവത്തിൽ SFIക്കാരാണ് മുന്നിട്ട് വന്നിരുന്നത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും വെമുല എന്ന് പറഞ്ഞ ഒരു ഹൈദരാബാദിലെ കാര്യത്തിലും ഒക്കെ ഇവർ തന്നെയാണ് മുന്നിട്ട് വന്നിരുന്നത്. അവിടെ കാണിക്കാത്തൊരു പ്രത്യേകത എന്താ കേരളത്തിൽ കാണിക്കുന്നത്? അവിടെ ഫാസിസ്റ്റ് വിരുദ്ധമാണെന്ന് പറയുന്നു. ഇപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നതല്ലേ യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ്. സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരമ്മയെ ചവിട്ടി അവിടെ കൂടെ വന്ന ആളുകളെ ഒരു ഊച്ചാളി സബ് ഇൻസ്പെക്ടറെ എടുത്തെറിയുന്നത് ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. പിന്നെ അന്വേഷിക്കാമെന്ന് ചോദിച്ച ഉദ്യോഗസ്ഥൻ തന്നെ പലരെയും ഇടിക്കുന്നുണ്ട്. അയാളാണ് അന്വേഷണത്തിന് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീജിത്ത് പറഞ്ഞ് പോലീസുകാരുടെ ഇടയിൽ ഗുണ്ടയാണ് അന്വേഷണത്തിന് വെച്ചിരിക്കുന്നത്. ഇതുവരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ആവശ്യകത ഉണ്ടെങ്കിൽ ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടാതെ എന്തുകൊണ്ട് സർക്കാർ പരസ്യമായി വന്നു? കോടതി നടപടികളിൽ ഇടപെടാനല്ലാതെ മറ്റെന്ത് ലക്ഷ്യമാണ്? പിന്നെ രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് പറഞ്ഞു. ഞാൻ ശ്രീ വാസവൻ്റെ ഓർമ്മ ക്ഷണിക്കുകയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കാണാതായപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് സങ്കടം പറഞ്ഞപ്പോൾ ആ മുഖ്യമന്ത്രി എന്താ പറഞ്ഞ്, ഞാൻ തോർത്തുകൊണ്ട് ഇട്ട് നിങ്ങളുടെ മകനെ അന്വേഷിച്ച് പോകണം. അത്രയും ക്രൂരമായ നിലപാടെടുത്തു എന്ന് പിന്നീട് ആ ആളെ വിമർശിച്ച ആളുകളാണ് ഇന്ന് മുഖ്യമന്ത്രി ക്രൂരമായി പെരുമാറുന്നത് ന്യായീകരിക്കുന്നത്. പിന്നീട് ആ കേസിൽ ഏറ്റവും അധികം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയ പാർട്ടി എൻ്റെ സുഹൃത്ത് വാസവൻ്റെ പാർട്ടിയാണ്. അദ്ദേഹത്തിന് നിഷേധിക്കാമോ? ഞാനൊന്ന് ഇടപെടുന്നു, താങ്കളിലേക്ക് മടങ്ങി വരാം. തീർച്ചയായും രാഷ്ട്രീയമായ ഒരു വിശദീകരണം ശ്രീ VN വാസവൻ ഈ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് നൽകേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ജിഷ്ണു പ്രണോയിയുടെ അമ്മാവൻ ശ്രീജിത്ത് ടെലിഫോൺ ലൈനിൽ ചേരുന്നതുകൊണ്ടാണ് വാസവനിലേക്ക് ഞാൻ മടങ്ങി വരാം. ശ്രീജിത്ത്, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? മഹിജ നിരാഹാര സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതും കുടിവെള്ളം പോലും ഇനി കഴിക്കില്ല എന്ന നിലയിൽ അവിഷ്ണയും അതേ നിലപാടുമായി സമരരംഗത്ത് നിൽക്കുന്നു. ശ്രീജിത്തും നിരാഹാര സമരം തുടരുന്ന സാഹചര്യം. മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു മനസാക്ഷിക്കുത്തും ഇക്കാര്യത്തിൽ സർക്കാർ അനുഭവിക്കേണ്ട കാര്യമില്ല, സർക്കാർ വിദഗ്ധ ചികിത്സ നൽകാൻ വേണ്ട നിർദ്ദേശങ്ങൾ സൂപ്രണ്ടിന് നൽകിയിട്ടുമുണ്ട്. ശ്രീജിത്ത്, അതെ, ഞങ്ങൾക്ക് ആവുന്നതൊക്കെ ചെയ്യുന്ന എല്ലാവരും ഞങ്ങളെ ഒന്ന് വിളിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് അറിഞ്ഞതിന് ശേഷം ദയവ് ചെയ്തൊന്ന് പ്രതികരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ വിഷ്ണു സഖാവിനെ വളരെയേറെ നെഞ്ചേറ്റിയ ഒരു മോനായിരുന്നു. അവനാണിപ്പോൾ മണ്ണിനടിയിൽ കിടക്കുന്നത്.
ആ കുഞ്ഞിനെ പിറന്ന വയറിന് നേരെയാണ് ചവിട്ടിയത്. കളവ് ഞങ്ങൾ പറയില്ല. ഞാൻ VMSനെ പിടിച്ച് സത്യമിടുകയാണ്. ഞങ്ങളുടെ പെങ്ങളുടെ അടിവയറ്റിൽ ഞാൻ ഏറ്റവും ആരാധിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് VMS. അദ്ദേഹത്തെ ആണയിട്ട് ഞാൻ സത്യം പറയുകയാണ്. എൻ്റെ പെങ്ങളുടെ അടിവയറ്റിൽ ചവിട്ടുന്നത് ഞാൻ കണ്ടതാണ്. ആ തെളിവ് ഞാൻ DGPക്കും ഇവർക്കൊക്കെ ചുവന്ന അവളുടെ ശരീരത്തിലെ ചുവന്ന ഭാഗം ഞാൻ കാണിച്ചു കൊടുത്താണ്. ഇത്രയൊക്കെ തെളിവ് ചോദിച്ചിട്ട് എവിടെ വീഡിയോ ദൃശ്യം എന്ന് ഈ പബ്ലിക് റിലേഷൻ പരസ്യത്തിലൂടെ ചോദിക്കുമ്പോൾ ഞാൻ വളരെ അടുത്താണ്. സാഹചര്യമായ അവസ്ഥകൾ ഞാൻ നിങ്ങളുടെ ഒക്കെ ഊർജം ഏർപ്പെടുത്തുകൊണ്ട് സംഭരിക്കുമ്പോഴും മാനസിക അവസ്ഥയിലാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? കേരള സമൂഹം ഞങ്ങളോട് ആവശ്യപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ട് ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറാം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉള്ളത് തെറ്റാണ്, നിങ്ങൾ പറയുന്ന വാദം തെറ്റാണ്, നിങ്ങൾ അതിൽ നിന്ന് പിന്മാറൂ. ഇന്നലെ എൻ്റെ അടുത്ത് ഞങ്ങളുടെ പെങ്ങളുടെ അടുത്ത് കടകംപള്ളി വന്നിരുന്നു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കേട്ട് അദ്ദേഹം അടങ്ങി എന്നല്ലാതെ അദ്ദേഹം നിങ്ങൾ പറയുന്നില്ല ഇങ്ങനെയല്ല കാര്യങ്ങൾ ഒന്നും പറയാതെയാണ് അദ്ദേഹം അടങ്ങി. ഞങ്ങൾ എന്ത് സത്യത്തിൽ ഈ പരസ്യം കണ്ടപ്പോൾ ഇന്ന് ഞെട്ടിയോ ശ്രീജിത്ത് നിങ്ങൾ കുടുംബം? ഞെട്ടൽ മാത്രമല്ല, എൻ്റെ ഉള്ളിൽ ഒരു പരിഹാസമാണ് തോന്നിയത്. എത്ര ലക്ഷങ്ങളാണ് ഇതിന് ചെലവ് എന്നുള്ളത്. എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചു. ഒരു നയാ പൈസയുടെ ചിലവില്ലാതെ ഞാൻ ഉൾപ്പെടെ ഈ ന്യൂസ് 80 ചാനലിൽ ഈ സർക്കാരിന് വേണ്ടി 3 മാസമായി വാദിച്ച, സർക്കാരിനെ സംരക്ഷിക്കാൻ സർക്കാർ ഇന്നതൊക്കെ ചെയ്തു തന്നു എന്ന് അക്കമിട്ടു നിരത്തിയ കാര്യങ്ങൾ ഞാൻ അന്ന് സർക്കാരിനെ സംരക്ഷിച്ചുകൊണ്ട്, സർക്കാരിനെ പറയുമ്പോൾ എന്നോട് കുത്തി ചോദ്യങ്ങൾ തരത്ത് ചോദിച്ചിട്ട് പോലും ഒരക്ഷരം മറുത്ത് പറയാത്ത ഒരാളാണ് ഞാൻ. ഞാനും എൻ്റെ പെങ്ങൾ മഹിജയും ഉൾപ്പെടെയുള്ളവരാണ് ഈ കഴിഞ്ഞ 3 മാസമായി ഇന്ന് നൽകിയ പരസ്യത്തിലെ 8 ഖണ്ഡികകൾ ഒരു ചിലവുമില്ലാതെ പരസ്യം ചെയ്തത്, ഈ സർക്കാരിന് വേണ്ടി പരസ്യം ചെയ്തത്. എന്നാൽ അതിന് ശേഷമുള്ള 6 ഖണ്ഡികകൾ പെരും നുണയാണ്, കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, അങ്ങേയറ്റം നമ്മുടെ പൊതുപണം ദുരുപയോഗം ചെയ്തതാണ്. ആദ്യത്തെ കാര്യം ഞാൻ പറയാം. ഒന്ന് തുടരുക ശ്രീവാസവൻ. ഈ കാര്യങ്ങളെ ഇങ്ങനെ രണ്ടായി തന്നെ കാണേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട പിഴവുകൾ സർക്കാരിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഹിജയ്ക്ക് നേരെ സംഭവിച്ച അതിക്രമത്തെക്കുറിച്ചുള്ള തെളിവ് DGPയെ തന്നെ കാണിച്ചു എന്നിരിക്കെയാണ് ജിഷ്ണുവിൻ്റെ അമ്മയെ പോലീസ് നിലത്തിട്ട് വലിച്ചിഴച്ചു എന്ന് തെറ്റിദ്ധാരണാജനകമായ പ്രചാരണമാണ് ഒരു സംഘം അഴിച്ചുവിടുന്നത്. എന്നാൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. നടന്നതായുള്ള ഒരു ദൃശ്യവും ഒരു മാധ്യമവും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന നിലയിൽ പരസ്യം ചെയ്യുന്നത്. ആ പരസ്യം ആർക്കു വേണ്ടിയാണോ ആ കുടുംബം തന്നെ ആ പരസ്യത്തെ തള്ളിപ്പറയുന്നു. പിന്നെ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രീവാസവൻ ഇത്തരം പരസ്യങ്ങൾ? യഥാർത്ഥത്തിൽ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് ഈ വിധത്തിലാണോ? നേരത്തെ അഡ്വക്കേറ്റ് രാംകുമാർ നിശിത വിമർശനമാണ്. ഈ കൈകാര്യം ചെയ്തതിലെ പാളിച്ച കൊണ്ട് എത്തിച്ചേർന്ന ഒരു അമ്പരപ്പും വൈരുദ്ധ്യങ്ങളുമാണ് ഈ കാര്യത്തിലാകെ. ജിഷ്ണു പ്രണോയുടെ കേസല്ല, അന്വേഷണത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി നടന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം. ഒരു ധാരണയുമില്ലാതെ സർക്കാർ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. ശരത്തെ, സമയം തന്നു വേണം സംസാരിക്കാൻ. ബഹുമാനായ രാംകുമാർ സാർ സൂചിപ്പിച്ച കാര്യം വളരെ അത്ഭുതം തോന്നുന്നു എനിക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് കോടതിയെ സ്വാധീനിക്കാൻ വേണ്ടി ഒരു പരസ്യം കൊടുക്കേണ്ടി വന്നു എന്ന രൂപത്തിൽ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹത്തെ പോലുള്ള ഉന്നതനായ ഒരു അഭിഭാഷകന് യോജിച്ചതാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കോടതികളെ സ്വാധീനിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ ഒരു പരിശ്രമം നടത്തിയതിൻ്റെ അനുഭവമോ ചരിത്രമോ ജുഡീഷ്യറിയുടെയോ പാർട്ടിയുടെയോ ചരിത്രത്തിലില്ല. അങ്ങനെ ഇരിക്കെ കോടതിയെ സ്വാധീനിക്കാനാണ് ഇങ്ങനൊരു പരസ്യം കൊടുത്തത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഞാൻ പറയുന്നു, കോടതിയെ കൂടെ അദ്ദേഹം അവഹേളിക്കുകയാണ്. കാരണം കോടതി അങ്ങനെ അപമാനിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പരസ്യം കൊടുത്താൽ ആ സ്വാധീനത്തിന് വഴങ്ങുന്നവരാണോ കോടതി? ആ കോടതി അങ്ങനെ അപമാനിക്കാവോ? അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വിജിലൻസ് ഡയറക്ടറെ
ഞാനൊന്ന് പറയുന്നത് അതെ, വാസവൻ പറഞ്ഞതിൽ ഒരു പെശകുണ്ടെന്നോർത്ത് തിരുത്തിയതാണ്. തെറ്റാണെങ്കിൽ അല്ല ഞാൻ നിങ്ങൾ അങ്ങനെ ഇടപെടാൻ വരിക്കും. നിങ്ങൾ സാറ് പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞത്. ഇല്ലില്ല ഇടപെട്ടതല്ല. ഞാൻ കേട്ടു. രാംകുമാർ സാർ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു, നിങ്ങളും കേട്ടു, നമ്മുടെ സമൂഹം കേട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് രാംകുമാർ സാർ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. കോടതിയെ സ്വാധീനിക്കാൻ വേണ്ടി ഇങ്ങനൊരു പരസ്യം കൊടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും അങ്ങനെ ഒരു കോടതിയെ സ്വാധീനിക്കാൻ വേണ്ടി പരസ്യം കൊടുത്തോ ഏതെങ്കിലും രൂപത്തിൽ നീങ്ങുന്നതിൻ്റെയോ അനുഭവങ്ങൾ ഒരു കോടതിക്കോ പാർട്ടിയുടെ ചരിത്രത്തിലോ എവിടെയും കാണാൻ ഒരാൾക്കും പറയാൻ കഴിയും. പിന്നെ ഇങ്ങനൊരു പരസ്യം കൊടുത്തതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന കാര്യം അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്, ബോധ്യപ്പെടുത്താൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. സ്വാഭാവികമായി അതിന് സ്വീകരിക്കുന്ന മെത്തേഡ് PRD വഴിയാണ് ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരത്തൊരു ചുമതല നിർവഹിക്കാൻ ബാധ്യസ്ഥമാണ്. ജനങ്ങളിൽ സ്വാഭാവികമായി സംഘടിതമായി ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന പ്രചരണങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വരുമ്പോൾ എന്താണ് ഇതുവരെ ഗവൺമെൻറ് ഈ പ്രശ്നത്തിൽ എടുത്തിട്ടുള്ള നിലപാടെന്നറിയാൻ കേരളീയ സമൂഹത്തിന് അവകാശമുണ്ട്. അത് ബോധ്യപ്പെടുത്താൻ ഗവൺമെൻറ് ബാധ്യതയുണ്ട്. ആ ഒരു കാര്യം മാത്രമാണ് ഗവൺമെൻറ് ഈ PRDയുടെ പരസ്യത്തിലൂടെ ചെയ്തിരിക്കുന്നത്. മറ്റൊരു തരത്തിലും ആരെയും സ്വാധീനിക്കാനോ ഈ കേസ് മറ്റൊരു വിധത്തിൽ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനല്ല. അതുപോലെ തന്നെ ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഈശ്വര വാര്യരോട് അച്യുതമേനോൻ സ്വീകരിച്ചല്ലേ കരുണാകരൻ സ്വീകരിച്ച നിലപാടാണോ പിണറായി വിജയൻ ഇവിടെ ജിഷ്ണുവിൻ്റെ അമ്മയോടും ബന്ധുക്കളോടും സ്വീകരിച്ചത്? അവർ നേരത്തെ പോയി പിണറായി വിജയനെ കണ്ടിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം സസൂക്ഷ്മം ശ്രദ്ധിച്ചു. അവരെ യാത്രയാക്കുന്നതോടം വരെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും അക്കമിട്ട് ആ അമ്മാവൻ തന്നെ വിശദീകരിച്ചല്ലോ. അവിടെ ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥതയെ അവർക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണം സമഗ്രമായി കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഏതറ്റം വരെ പോകണമെങ്കിലും അതിന് ഈ ഗവൺമെന്റ് കൂടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞതനുസരിച്ചുള്ള വക്കീലിനെ കോടതി വെച്ചു. അവർ പറഞ്ഞതനുസരിച്ച് സുപ്രീം കോടതിയിൽ അപ്പീൽ ഗവൺമെന്റ് ആത്മാർത്ഥതയല്ലേ? ഈശ്വരവാര്യരോട് അടിയന്തരാവസ്ഥയിലെ ഗവൺമെന്റ് സ്വീകരിച്ചതും ഈ ഗവൺമെന്റ് സ്വീകരിച്ചതും ഒരുപോലെയാണ്. 3 മാസമായി ഈ സംഭവത്തിൽ സർക്കാരിനെ കേട്ടില്ലേ? ഈശ്വരവാര്യരോട് 3 മാസമായി സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചത് താങ്കളാണെന്നാണ് ശ്രീജിത്ത് പറഞ്ഞത്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ വരാം താങ്കളിലേക്ക്. ഇപ്പോൾ ശ്രീമതി ബിന്ദു കൃഷ്ണയും ശ്രീമതി ശോഭാ സുരേന്ദ്രനും കൂടി ചർച്ചയിൽ ചേരുന്നുണ്ട്. ഞാൻ നേരത്തെ ഇടപെടാൻ ശ്രമിച്ചത് വാസവന്റെ ശ്രദ്ധയിലേക്ക് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു പത്രപരസ്യം ഈ ഘട്ടത്തിൽ ചെയ്യുന്നത് കോടതി അലക്ഷ്യമാണ്. അദ്ദേഹം കോടതിയെ പ്രീതിപ്പെടുത്താൻ സർക്കാർ ചെയ്തു എന്ന് ആരോപിച്ചത് ഇതിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ലാവ്ലിൻ കേസ് കൈകാര്യം ചെയ്യുന്ന ജഡ്ജി വിജിലൻസ് ഡയറക്ടറെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ വിജിലൻസ് ഡയറക്ടറെ പത്രപരസ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി എന്ന പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ മാറ്റി എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. ഈ 2 സാഹചര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഞാൻ വരാം. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ പരസ്യത്തെ ആ കുടുംബം തള്ളിക്കളയുന്നു. വക്കാലത്തല്ല, ഞാനൊരു അദ്ദേഹം ഉണ്ടെങ്കിൽ തിരുത്തിക്കോട്ടെ. ഞാൻ പറഞ്ഞത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. താങ്കൾ പറഞ്ഞതും അദ്ദേഹം പറഞ്ഞതും തമ്മിൽ ഇങ്ങനൊരു വ്യത്യാസം ഉണ്ടോ എന്ന് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അദ്ദേഹത്തിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. ശ്രീമതി ബിന്ദു കൃഷ്ണ, പരസ്യം കൊടുത്ത് സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നു ജനങ്ങൾക്ക് മുമ്പിൽ. പക്ഷേ ആ കുടുംബം അത് ഉൾക്കൊള്ളുന്നില്ല. മുഖ്യമന്ത്രി പറയുന്നു ഒരു മനസാക്ഷിക്കുത്തും ഈ സർക്കാരിന് ഇക്കാര്യത്തില്ല, ചെയ്യാവുന്നതെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബം പറയുന്നു ഇതൊരു രാഷ്ട്രീയ സമരമല്ല, സഹന സമരമാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ സർക്കാരിനെയും പാർട്ടിയെയും അവർ ഇപ്പോഴും തള്ളി പറയുന്നില്ല. പിന്നെ നിങ്ങളൊക്കെയാണോ യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തുന്നത്? ഞങ്ങൾ ആരും തന്നെ ഈ സംഭവത്തിൽ ഈ കേസിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ല. കലർത്തിയിരുന്നുവെങ്കിൽ ആദ്യം മുതൽ തന്നെ ഈ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് വരാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഇവിടെ ആ കുടുംബം പരസ്യത്തെ തള്ളി പറയുന്നു എന്ന് പറയുന്നത് എന്ത് കാരണത്താല? ആ പരസ്യം കൊടുത്തത് സർക്കാരിൻ്റെ ഖജനാവിലെ പണം ഉപയോഗിച്ചു, നികുതി പണം ഉപയോഗിച്ചുകൊണ്ടെന്നുള്ളത് മാത്രമല്ല, അതിനേക്കാളേറെ ആ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത് അത് അസത്യ പ്രചരണമാണ് എന്നുള്ളതാണ്. അസത്യമുള്ളായ കാര്യങ്ങൾ ഇവിടെ വാസവനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ അസത്യങ്ങളും അർത്ഥസത്യങ്ങളും ഒക്കെ ജനങ്ങളുടെ മുന്നിൽ വിളമ്പുമ്പോൾ ശരിക്കും സഹതാപം തോന്നുക. കാരണം ഈ കേസിൽ സർക്കാർ ഒന്നും തന്നെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കുഞ്ഞ് മരിക്കുന്ന ജനുവരി മാസം 6-ാം തീയതിയാണ്. അന്ന് തൊട്ട് ഈ കുട്ടിയുടെ അച്ഛനമ്മമാരും ബന്ധുക്കളും സഹപാഠികളും കോളേജിലെ സുഹൃത്തുക്കളും നാട്ടുകാരും CPMന്റെ ഏരിയ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ടവരും അടക്കം പറയുന്നു ഈ കുട്ടി സ്വയം മരണപ്പെട്ടതല്ല, മറിച്ച് അതിനെ അങ്ങേയറ്റം ക്രൂരമായി പീഡിപ്പിച്ച് കോളേജിലെ ഇടിമുറികളിൽ അതിൻ്റെ രക്തം വീണ് അതിനെ രക്തം ചിന്തി അക്ഷരാർത്ഥത്തിൽ കൊല ചെയ്തതാണെന്ന് അന്ന് തൊട്ട് ആരോപിച്ചു. ഇതിന്റെ ചെയർമാനാണ് അതിന് നേതൃത്വം. അത്ര പിന്നിലോട്ട് പോകാൻ സമയക്കുറവുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് നമ്മുടെ മുമ്പിൽ ഒരു അടിയന്തര പ്രശ്നം.
അവർ നടത്തുന്ന ആ സമരമാണ്, നിരാഹാര സമരമാണ്, അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അവിടെയാണ് രാഷ്ട്രീയം കലർത്താതെ ഇക്കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത്. ഏറ്റവും പുതിയ പ്രശ്നങ്ങളിലേക്കും അതിൻ്റെ ഒരു പരിഹാരവും എങ്ങനെ എന്നതിലേക്ക് ബിന്ദു കൃഷ്ണ. ഇത് രാഷ്ട്രീയം കലർത്താതെ തന്നെ ചോദിക്കട്ടെ, ഞാനത് സൂചിപ്പിക്കാതെ എനിക്ക് പോകാൻ കഴിയില്ല. ജനുവരി 6-ന് അത് ഇത്രയും പറഞ്ഞിട്ട് കേസ് എടുത്ത് എന്നാണെന്നറിയോ? ഫെബ്രുവരി മാസം 16-ാം തീയതി. പിന്നെ എങ്ങനെ ഈ സർക്കാർ എല്ലാം നല്ലത് ചെയ്തു എന്ന് പറയുന്നത്? ഈ കേസ് തുടക്കം മുതൽ അട്ടിമറിക്കിയ ഈ സർക്കാർ. അതും പോരാഞ്ഞിട്ട് ആ കുടുംബം ഇപ്പോൾ സമരം ഇരിക്കുന്നു. ആ അമ്മയെ എന്തുമാത്രം മോശപ്പെട്ട വാക്കുകൊണ്ടാ മന്ത്രി മണി ആക്ഷേപിച്ചത്. സ്വന്തം ഭാര്യയോ പെമ്മക്കളെയോ മന്ത്രി മണി ഇതുപോലെ തോന്നിയാസം പറയുമോ? ഈ സർക്കാരിൽ ഓരോ മന്ത്രിമാരും അപമാനിക്കില്ലേ? ശൈലജ ടീച്ചർ പറയുക പണം വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് മിണ്ടാതിരുന്നോളാൻ. ഇവരുടെ കുടുംബ സ്വത്താണോ? അത് AKG സെന്ററിൽ അടുത്താണോ പണം കൊടുത്തത്? ഈ ജനങ്ങളുടെ പണമല്ലേ? പണം കൊടുത്താൽ കുഞ്ഞിൻ്റെ ഘാതകരെ കണ്ടെത്തണ്ടേ? ഈ സർക്കാർ അങ്ങേയറ്റം അനിത നിലപാടെടുക്കുന്നു. ആ അമ്മയെ ക്രൂരമായി തല്ലിച്ചതച്ചിട്ട് പറയാം എവിടെ ദൃശ്യങ്ങളെന്ന്. അടിവയറ്റിലെ ദൃശ്യങ്ങൾ കൊണ്ടുവന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ മാത്രമേ മനസ്സിലാകൂ എന്ന് അധികാരം തിമിരം ബാധിച്ച ഇവർ പറയുമ്പോൾ അതിനോടൊപ്പം നിൽക്കാൻ കഴിയുമോ? ഞങ്ങൾ ഒരു രാഷ്ട്രീയ ലാഭം എടുക്കുന്നില്ല. ഞങ്ങൾ രാഷ്ട്രീയ ലാഭം എടുത്തിരുന്നെങ്കിൽ അവരിന്ന് വേറെ ഏതെങ്കിലും പാർട്ടി അവർ തല്ലുകൊണ്ട് എല്ലൊടിയുമ്പോഴും തീരാവേദനയുമ്പോഴും അവർ പറയുന്നത് അവർക്ക് മാസിസ്റ്റാന്നാ. പിന്നെന്ത് രാഷ്ട്രീയം? ഇവിടെ ശോഭാ സുരേന്ദ്രൻ, ഈ സമരവുമായി അമ്മയും അമ്മാവനും സഹോദരിയും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ആശുപത്രിയുടെ വാർത്താക്കുറിപ്പിൽ പോലും പറയുന്നത് അവിടേക്ക് വരുന്ന സന്ദർശകർ അടക്കം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്ന നിലയിൽ ആശുപത്രി വാർത്താക്കുറിപ്പ് തന്നെ വരുന്നു. സന്ദർശകരാണ് പലപ്പോഴും മരുന്ന് കഴിക്കുന്നതിൽ നിന്നൊക്കെ ഇവരെ വിലക്കുന്നതെന്ന മട്ടിലുള്ള വിശദീകരണം അവരുടെ ഭാഗത്തു നിന്ന് വരുന്നു. ഈ പ്രശ്നം ഈ നിലയിൽ നിലനിൽക്കേണ്ടതാണോ? അടിയന്തരമായി ഇപ്പോഴത്തെ ഈ പ്രശ്നം സാഹചര്യം പരിഹരിക്കേണ്ടതല്ലേ? അതിനു മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ. ഈ വടകര വാസവൻ സാറ് മനസ്സിലാക്കണം, ഈ വടകരയ്ക്ക് ഒരു ചരിത്രമുണ്ട്, കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു ചരിത്രമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് ശബ്ദിക്കുകയോ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിക്കുകയോ ചെയ്ത TP ചന്ദ്രശേഖരനെ കൊട്ടേഷൻ കൊടുക്കുകയും ചന്ദ്രശേഖരനെ കൊല്ലാനുള്ള ഗുണ്ടകളെ കണ്ണൂരിൽ നിന്ന് ഇറക്കുകയും ചെയ്ത ഒരു സംഘടനയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അപ്പോൾ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ SFI-കാരനായിട്ടുള്ള ജിഷ്ണു പ്രണോയ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത് ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ അതേ ജിഷ്ണു പ്രണോയുടെ അമ്മയുടെ മാതൃത്വത്തിന്റെ ആരാച്ചാരായിട്ടാണ് പിണറായി വിജയൻ മാറിയിട്ടുള്ളത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി. പിന്നെ പലപ്പോഴും ശ്രീജിത്ത് പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പല തവണയായി കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നു എനിക്കിതിൻ്റെ അപ്പുറവും പറയേണ്ടി വരും. അപ്പൊ എനിക്കിതിൻ്റെ അപ്പുറവും പറയേണ്ടി വരുമെന്ന് പറഞ്ഞ് ചങ്കിൽ കുരുക്കി, അതായത് താൻ പറയാതിരിക്കുന്നത് ആ പാവപ്പെട്ട കുടുംബത്തിന്റെ ജീവൻ നിലനിർത്താനാണ് എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ അത് ശ്രീമാൻ വാസവന്റെ പാർട്ടിക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. വളയം എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പ്രത്യേകത ഏതാണ്? അവിടെ ഇന്ന് ആക്ഷൻ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കറിയാം ഈ കേസ് അട്ടിമറിച്ചിട്ടുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ടിട്ടാണ്. അതിന്റെ കാരണം എന്താണ്? ആദ്യത്തെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഈ കൃഷ്ണദാസിനെ രക്ഷിക്കാൻ പരിശ്രമിച്ചത്, കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യാതെ നീട്ടിക്കൊണ്ടുപോയത്, മൊബൈൽ ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ടും പ്രതികളെ ഒളിവിൽ കഴിയാൻ അനുവദിച്ചത്, ഇങ്ങനെയുള്ള അല്ലല്ല ശരത്, അങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ അത് പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ മാത്രം ഇരുത്തി ചർച്ച നടത്താം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി 30 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു കേസിൽ, താൻ പ്രതിയായിട്ടുള്ള ഒരു കേസിൽ ഹരീഷ് സാൽവയെ കൊണ്ടുവന്ന് ആ സത്യം അട്ടിമറിക്കാൻ പരിശ്രമിക്കുന്നത് പോലെയല്ല ഇവിടെ കേരളത്തിലെ പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്ത ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി അദ്ദേഹം ഇത്തരത്തിൽ ഒരു ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടുള്ള പരസ്യം അത് കേരളത്തിന്റെ പൊതുജനങ്ങളുടെ മുന്നിൽ വെക്കുമ്പോൾ ഇത് സഖാവിന്റെ ഏറ്റവും വലിയ മൗഢ്യമാണ്. ഈ മൗഢ്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഉണർന്ന് മാറിയേ പറ്റൂ. ഈ മഹിജ എന്ന് പറയുന്ന സഹോദരി ആരാ രാഷ്ട്രീയം കലർത്തിയത്? മഹിജയെ കാണാൻ ആദ്യ ദിവസം മുതൽ, അല്ലല്ല പറയട്ടെ, ആദ്യ ദിവസം മുതൽ വളയത്ത് ചെന്ന സമയത്ത് മഹിജ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്, മഹിജയുടെ സഹോദരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതൊന്നും രാഷ്ട്രീയ ലാഭം നോക്കിയിട്ട് ഞങ്ങൾ എവിടെയും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കുടുംബത്തെ, ആ അമ്മയെ പീഡിപ്പിക്കാനാണ് ഇനിയും ഈ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ശ്രമമെങ്കിൽ അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കേരളത്തിലെ സ്ത്രീകൾ തയ്യാറാകുമെന്നുള്ള ഇതിനോടകം ഒരു ഇടവേളയിലേക്ക് പോകും മുമ്പ് രൂക്ഷ വിമർശനം ഈ രണ്ട് നേതാക്കളിൽ നിന്ന് വന്നതുകൊണ്ട് ശ്രീവാസവൻ ഇപ്പോൾ തന്നെ പറയുന്നു UDF-ന്റെയും BJP-യുടെയും നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്ത മട്ടിലാണ് അവരെന്നൊക്കെ പറയുന്ന ആക്ഷേപങ്ങളുണ്ടല്ലോ. പക്ഷേ അവരെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളടക്കം ചർച്ചകളിൽ പറയുന്നത് ഇനി ഞങ്ങൾ ഇക്കാര്യത്തിൽ നേരിട്ട് കൂടുതൽ ശക്തമായി ഇടപെടാൻ പോവുകയാണ്. മറുഭാഗത്ത് പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബമാണെന്ന് പറയുമ്പോഴും CPM മറ്റൊരു തരത്തിൽ
രാഷ്ട്രീയമായി ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത വിധം നിസ്സഹായമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണോ? ഇപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞ MA ബേബി അടക്കം നിലപാട് തിരുത്തുന്ന നിലയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ശിവാസവൻ. ഒരു നിസ്സഹായ അവസ്ഥയില്ല ശരത്തെ. അതിനു മുമ്പ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യത്തിന് ഒരു കാര്യം മറുപടി പറഞ്ഞോട്ടെ. വടകരത്തെ കാര്യം മാത്രമല്ല അവരോട് സൂചിപ്പിച്ചുള്ളൂ. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിൽ ഹർത്താലായിരുന്നു. ആ ഹർത്താലിലേക്ക് വരാനിടയായ സാഹചര്യം 18 വയസ്സുകാരനായ ഒരു +2 വിദ്യാർത്ഥി BJP വിട്ട് പുറത്തിറങ്ങിയപ്പോൾ ആ വിദ്യാർത്ഥിയെ പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ തല്ലിക്കൊല്ലുന്ന രംഗം നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടു. ഇടനെഞ്ചു പൊട്ടിക്കരയുന്ന ഒരു അമ്മയുടെ രോദനം കേൾക്കാൻ ഒരു സ്ത്രീയായ ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ കഴിയാതെ പോയത്. അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ OK വാസുവിന്റെയും മറ്റ് അശോകിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ആ വിഷയങ്ങളിലൊക്കെ നിങ്ങൾ സ്വീകരിച്ചത് നിങ്ങൾ ഈ സ്ഥലത്തിൽ അങ്ങനെ പോകുന്ന ആളുകളെ കൊന്നും കൊലവിളിച്ച് നടക്കുന്ന നിങ്ങൾക്ക് പറയാൻ എന്താ അവകാശം? ഈ കേരളത്തിൽ ഇത്തരത്തിൽ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വർഗീയവാദിക്കോരം പറയാവുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ പറയാൻ പ്രതിപക്ഷ ബഹുമാനം കാണിക്കുക. സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചല്ലോ, മര്യാദ കാണിക്കുന്നത്. ശരി, അതല്ലേ ഒരു ജനാധിപത്യ മര്യാദ. സംസാരിക്കുമ്പോൾ വിഷയത്തിൽ നിങ്ങൾ ഈ അല്ല, അതൊരു വ്യക്തിയുടെ പ്രശ്നമല്ല ശോഭാ സുരേന്ദ്രൻ. നിങ്ങളെല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുന്നതും വിമർശിക്കുന്നതും CPM-നെയും സർക്കാരിനെയുമാണ്. ആ സർക്കാരാണ് പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടത്. അതിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ കൊണ്ടെത്തിച്ചു നിർത്തുന്ന VN വാസവനിലാണ്. അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറഞ്ഞ ശേഷം നിങ്ങളിലേക്ക് തന്നെ വരും. വേഗം പൂർത്തിയാക്കൂ, എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ശ്രീവാസവൻ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നുകൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും കേരളത്തിൽ അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇപ്പോൾ മാസക്കാലം കൊണ്ട് ആ ഗവൺമെന്റ് ജനങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്തു. സാർ, ഈ വിഷയത്തിലേക്ക് സ്വാഭാവികമായി പ്രതിപക്ഷത്തെ അല്ല, ഞാൻ പറഞ്ഞ കോൺഗ്രസിൽ മുമ്പുണ്ടായിരുന്ന ഐക്യമില്ലാതെ അവർക്ക് പ്രസിഡന്റ് പോലും ഇല്ലാതെ തമ്മിൽ തല്ലുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. BJP എടുത്ത നിലപാടുകളെല്ലാം പാളി. ശരി, ഇപ്പൊ കൃത്യതയോടുകൂടി പിണറായി വിജയന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ BJP-യെയും കോൺഗ്രസിനെയും ചില മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് ഇത്തരം ബേജാറാവാൻ ഇടവന്ന സാഹചര്യം. ശരി, അഡ്വക്കേറ്റ് രാംകുമാർ, നേരത്തെ ഇന്ന് വന്ന പരസ്യം അത് കുടുംബം തന്നെ തള്ളിക്കളഞ്ഞു. അത് നിയമപരമായ ഒരു വലിയ തെറ്റാണ് സർക്കാർ ചെയ്തത് എന്ന് താങ്കൾ വിശദീകരിച്ചു. ഇതിൻ്റെ മറുഭാഗം, ഇപ്പോൾ IG ഇതേക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പോലീസുകാരുടെ നടപടിയെക്കുറിച്ച്. ആ റിപ്പോർട്ട് വരാനിരിക്കെ തന്നെയാണ് സർക്കാരും രാഷ്ട്രീയമായി CPIM-ഉം പോലീസിന് തെറ്റുപറ്റിയിട്ടില്ല, LDF-ൻ്റെ നയം തന്നെയാണ് നടപ്പാക്കിയത് എന്ന് പരസ്യ നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ ആ കുടുംബം ഒരുപാട് കാര്യങ്ങളിൽ പോലീസുമായി വിയോജിക്കുന്നു. ഒന്ന്, DGP-യുമായി നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് ഈ പരസ്യത്തിൽ പറയുന്നത് പോലെയല്ല അവരുടെ വാദം. രണ്ട്, അവരെ സഹായിക്കാൻ വന്നവരെ സംബന്ധിച്ച് പോലീസ് പറയുന്നതും ഈ കുടുംബം പറയുന്നതും ഭിന്നമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഭിന്നമായ നിലപാട് നിലനിൽക്കെ ഇത്തരമൊരു പരസ്യ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ IG മനോജ് എബ്രഹാം ഇനി നടത്തുന്ന അന്വേഷണത്തിനും ആ റിപ്പോർട്ടിനും എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? എനിക്കതാണ് മനസ്സിലാവാത്തത്. ഈ സംഭവം ഒരു അസാധാരണ സംഭവമല്ല. കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പേയും കേന്ദ്ര ഗവൺമെൻറ് മുമ്പും ഹൈക്കോടതിക്ക് മുമ്പിൽ പോലും CPM-കാർ പ്രകടനം നടത്താറുണ്ട്. അന്നൊന്നും ആരും പരസ്യമായിട്ട് പറയാറില്ല. ഇവിടെ ഈ സംഭവത്തിന് എന്തിനാ ഒരു പരസ്യം? അപ്പോൾ എന്തോ ഒരു അസാധാരണ സംഭവമുണ്ട് എന്ന് ഗവൺമെൻറ് തന്നെ സമ്മതിക്കണം. അല്ലെങ്കിൽ അന്വേഷണം വേണ്ടല്ലോ. ഒരു ലാത്തി ചാർജ് പോലും നടക്കാത്തൊരു സംഭവത്തിനെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കണമെങ്കിൽ ഗവൺമെൻറ്റിന് അസാധാരണമായ എന്തോ ഒന്ന് നടന്നു എന്ന് തോന്നിയിട്ടുണ്ടല്ലോ. അതെന്താണ് ആ സംഭവം, എന്താണ് നടന്നത് എന്ന് IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹം തന്നെ ഒരുപാട് പേര് അവിടെ വെച്ച് മർദ്ദിക്കുന്നതായിട്ട് ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിന് ആവശ്യമില്ല എന്ന് ക്ഷമിക്കണം, സർക്കാരിന് ഇപ്പോൾ തോന്നിയതാണോ? ഇത് പങ്കാളിയായ ഒരു ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ നിരാകരിക്കാൻ പോണു എന്ന് തോന്നിയിട്ടാണോ യഥാർത്ഥ പരസ്യം വന്നത്? അപ്പോൾ റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല എന്നാണോ? ഒരു സംഭവം നടന്ന റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവം എന്ന് പ്രസിദ്ധീകരണ വകുപ്പിനെ കൊണ്ട് പരസ്യമിറക്കുന്നതിൻ്റെ അർത്ഥം ആ റിപ്പോർട്ടിന് പ്രസക്തിയില്ല, യാതൊരു കാര്യമില്ല എന്നല്ലേ? അങ്ങനെ ഒരു നിലപാട് ഒരു സർക്കാരിന് എടുക്കാൻ പാടും? അങ്ങനെയാണെങ്കിൽ ഇനി അന്വേഷണ റിപ്പോർട്ടും മറിച്ചായാൽ
സർക്കാർ ഏത് സ്വീകരിക്കും? അതോടൊപ്പം തന്നെ ഈ കുടുംബം രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള കുടുംബമല്ല, കാലാകാലമായിട്ട് കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. അതുകൊണ്ടാണ് നാദാപുരത്തെ ഏരിയ സെക്രട്ടറിയും MLA അടക്കം ആ കുടുംബത്തിനെ സഹായിക്കണത്. അതെൻ്റെ സുഹൃത്ത് ശ്രീവാസവൻ സൗകര്യം മറക്കുകയാണ്. അതുകൊണ്ടാണ് VS അച്യുതാനന്ദൻ അവരെ സഹായിക്കുന്നത്. VS അച്യുതാനന്ദൻ്റെ പഴയ സെക്രട്ടറിയായ സഖാവ് ഷാജഹാൻ അവരെ സഹായിക്കാൻ പോണത്. ഇതൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് കേസിൽ ഷാജഹാനെ കുടുക്കി ജാമ്യം പോലും കിട്ടാണ്ട് ജയിലിലിടണം. അത് നീതീകരിക്കുന്ന ഒരു പരസ്യം എൻ്റെ സുഹൃത്ത് വാസവൻ ചോദിക്കണം, കോടതിയെ സ്വാധീനിക്കും. കോടതിയെ സ്വാധീനിക്കാനല്ലെങ്കിൽ കോടതിയുടെ അന്വേഷണത്തിലുള്ള വിഷയത്തിനെക്കുറിച്ച് സർക്കാരിൻ്റെ നിലപാട് എന്തിനാണ് പ്രസിദ്ധീകരിക്കണം? എന്തിനാണ് ജനങ്ങളെ അറിയിക്കണം? കോടതി നടപടിയിൽ നിന്ന് വ്യക്തമാവില്ലേ? അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി കോടതിയെ പ്രകീർത്തിക്കുന്നതാണെന്നൊന്നും അവരുടെ പ്രവർത്തനം നോക്കുമ്പോൾ ആരും മനസ്സിലാവില്ല. കാരണം ഞങ്ങളുടെ ഒരു ചീഫ് ജസ്റ്റിസിനെ നാട് കടത്തിയ കൂട്ടരാണല്ലോ അവർ. അതുകൊണ്ട് അവർക്ക് കോടതികളെ പറ്റിയുള്ള മതിപ്പും പ്രവർത്തന ശൈലിയൊക്കെ ഞങ്ങൾക്കൊക്കെ പരിചയമുണ്ട്. കോടതി അവഹേളിക്കലാണ് സ്ഥിരമായി അവർ ചെയ്യുന്നത്. അവർക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രം ലാവ്ലിൻ കേസ് ജഡ്ജിയുടെ ഒരു വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സീനിയർ IPS ഉദ്യോഗസ്ഥനെ ആ കട്ടിൽ കണ്ട് പനിക്കണ്ട എന്ന് പറഞ്ഞ 3 ദിവസം കഴിഞ്ഞപ്പോൾ ബലിയാടാക്കി. അതല്ലേ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ്? അപ്പോൾ ഇതിലേതാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇനി ഈ പറയുന്ന IG മനോജ് എബ്രഹാം, ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? കാരണം അങ്ങനെ വലിച്ചിഴച്ചു എന്ന് പറഞ്ഞിടത്താണ് സർക്കാരിൻ്റെ പ്രശ്നം. വലിച്ചിഴച്ചിട്ടേ ഇല്ല. നമ്മൾക്ക് വേണമെങ്കിൽ അങ്ങനെ സർക്കാരിന് അസൗകര്യം വരുന്നുവെങ്കിൽ മഹിജയെ നീക്കം ചെയ്തത് എന്ന് മാറ്റി പറയാം. പക്ഷേ അവർ തന്നെ പറയുന്നല്ലോ മർദ്ദനമേറ്റിട്ടുണ്ട്. അത് സർക്കാർ സ്വീകരിച്ചിട്ടില്ല. പോലീസ് അതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കണ്ടെത്തിയിട്ടില്ല. ഈ പരസ്യ നിലപാടും വന്ന സ്ഥിതിക്ക് ഈ സംഭവങ്ങളിൽ DGP ഓഫീസിന് മുൻപിൽ ഉണ്ടായ സംഭവങ്ങളിൽ എന്തു തരം അന്വേഷണമാണ് ഇനി നിങ്ങളൊക്കെ ആവശ്യപ്പെടുക? ഞങ്ങൾ അന്വേഷണത്തിന്റെ പ്രസക്തി എന്താ? കൺമുന്നിൽ കണ്ട സത്യങ്ങളെ ഇനി ആരാണ്ട് അന്വേഷിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തണോ? കേരളത്തിലെ എല്ലാ ജനതയും കണ്ടു DGP ഓഫീസിന് മുന്നിൽ എന്താണ് നടന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, DGP എന്ന് പറഞ്ഞാൽ ആരാ? ചക്രവർത്തിയാണോ? ചക്രവർത്തിയുടെ ഭരണോ രാജഭരണമാണോ ഈ രാജ്യത്ത്? DGPയുടെ ഓഫീസിൽ പരാതി പറയാൻ ഈ നാട്ടിലെ ഒരു പൗരനെ അതുപോലെ ഒരു അംഗത്തിന് പോകാൻ പാടില്ലേ? അങ്ങനെ പോകുന്നതിനെ നിരായുധരായി നിരാലംബരായി പോകുന്നവരെ ആക്രമിക്കുന്നത് പോലീസ് സേനാംഗങ്ങൾ തിരുവനന്തപുരം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? അവരെ അവിടെ ഇട്ട് ചവിട്ടിയത് കണ്ടതല്ലേ? ഇപ്പം മുഖ്യമന്ത്രി മന്ത്രിമാരും CPM നേതാക്കന്മാരും പറയുന്നത് കണ്ടതൊക്കെ ശരിയല്ല, കാണാത്തത് വേറെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന്. അതങ്ങ് നിങ്ങൾ പാർട്ടി ഓഫീസിൽ കണ്ടാൽ മതി. ഇവിടുത്തെ ജനത, ദൃശ്യമാധ്യമങ്ങൾ അവരെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അവരെ നടത്തുന്ന പീപ്പിൾ TV അടക്കം ജനങ്ങളെ കാണിച്ച ദൃശ്യങ്ങളിൽ കൺകെട്ട് വിദ്യയൊന്നും കാണിക്കേണ്ട. അത് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം. ആ കുടുംബം, ആ അമ്മ, ഇപ്പോഴും ആ സൃഷ്ടികാരിയെ അടിയുറച്ച് വിശ്വസിക്കുന്ന അമ്മ പറയുന്നത് തൻ്റെ മകൻ്റെ പുത്രദുഃഖത്താൽ വേദനിക്കുന്ന ആ അമ്മയുടെ മാതൃഹൃദയത്തിന് നിങ്ങളൊരാശ്വാസം നൽകിയില്ലെങ്കിലും ഇങ്ങനെ കൂരമ്പുകൾ കൊണ്ട് വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്യരുത്. അവർക്ക് നീതി കിട്ടണം. അതുപോലെ തന്നെ IG ശ്രീ മനോജ് എബ്രഹാം അഴിമതി കേസിൽ അന്വേഷണം നേരിടുന്ന 62 ലക്ഷം രൂപയോ മറ്റോ അടിച്ചു മാറ്റിയതിൻ്റെ അഴിമതി കേസിൽ ആരോപണം നേരിടുന്ന അദ്ദേഹം ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താൻ രാജാവിനേക്കാൾ വലിയ രാജഭക്തി 10-15 പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ തീർക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ IG മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. കേരളം ഒരു ജനാധിപത്യ സംസ്ഥാനം. അങ്ങനെ ഒരു IG-യുടെയോ ഒരു DGP-യുടെയോ ഇംഗിതത്തിന് വഴങ്ങി കേരളത്തിലെ ജനങ്ങളെല്ലാം പഞ്ചകുച്ചി അടക്ക് ഇരുന്നു കൊള്ളുമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊള്ളട്ടെ. ശ്രീ ഷാജഹാനും ഷാജിർ ഖാനും മിനിയും അടക്കമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ അവരെന്ത് തെറ്റാ ചെയ്തത്? ഇവിടെ എവിടെയെങ്കിലും ഒരു അപകടം നടന്നാൽ ഞാൻ ഇറങ്ങി ചെല്ലില്ലേ? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇറങ്ങി ചെല്ലല്ലേ? ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ വാസവൻ ചെല്ലില്ലേ? നമ്മളൊക്കെ പൊതുപ്രവർത്തകരാ. അനീതി കണ്ടാൽ നമ്മൾ എതിർക്കും. അനീതി എതിർക്കുന്നവരെയൊക്കെ ജുഡീഷ്യൽ കസ്റ്റഡി വിടുക. അതും പോരാഞ്ഞിട്ട് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഇപ്പോൾ ബിന്ദുകൃഷ്ണ പറഞ്ഞതിന്റെ കൂട്ടിച്ചേർത്തുകൊണ്ട്, അതായത് BJP പ്രാദേശിക നേതാവ് കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നൊരു രാഷ്ട്രീയ നിരീക്ഷണം CPM-ന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഈ പരസ്യത്തിൽ പറയുന്നത് പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ ജിഷ്ണുവിന്റെ ബന്ധുക്കളെ ആരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല, അവർക്കെതിരെ കേസുമില്ല. ആ വകതിരിവൊക്കെ കേരള പോലീസിനുണ്ട്. അവിടെ സംഭവങ്ങൾ ഉണ്ടായി. ആ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാരണക്കാരായവരെന്ന് പോലീസിന് തോന്നുന്നവരെ അറസ്റ്റ് ചെയ്തു. അതിൽ പോലീസ് ഉറച്ചു നിൽക്കുന്നു. സർക്കാർ അത് വിശ്വസിക്കുന്നു. ഇതിൽ
ബിന്ദുകൃഷ്ണൻ ഇനിയൊരു അന്വേഷണം പോലും അപ്രസക്തമാണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇക്കാര്യങ്ങളിൽ ചില സംവിധാനങ്ങളും ചില ചിട്ടവട്ടങ്ങളും ഇല്ലേ? അന്വേഷിച്ച് കണ്ടെത്തണ്ടേ ഇതിന് പിന്നിലുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ? ആ കുടുംബം അങ്ങനെ ഉറച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണം ഒരു അനിവാര്യമാണോ ഈ സംഭവങ്ങളിൽ? അല്ല, ഈ വകതിരിവൊന്നും കേരളത്തിലെ പോലീസിനില്ല. കേരളത്തിലെ പോലീസിൻ്റെ തലവൻ എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ വിചാരിച്ചാൽ തൊപ്പി തെറിക്കുമെന്ന് ഉറപ്പുള്ള ആളാണ് ലോകനാഥ് ബെഹ്റ. അപ്പോൾ പിണറായി വിജയൻ്റെ അടുക്കളക്കാരനെ പോലെ കുറേ നാളുകളായിട്ട് ലോകനാഥ് ബെഹ്റയ്ക്ക് പ്രവർത്തിക്കാനേ നിർവാഹമുള്ളൂ. അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മുൻ DGPയുടെ അനുഭവമുണ്ട്. ജയരാജനെതിരായിട്ടുള്ള കേസന്വേഷണം നടത്തിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ തൊപ്പിയും കുപ്പായവും പോയത് എന്ന് സുപ്രീം കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ള ആളാണ് മിസ്റ്റർ സെൻകുമാർ. ഓർമ്മയില്ലേ? അപ്പോൾ സംഭവം അതല്ല. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ, പൊതുസമൂഹം ഈ വിഷയത്തിൽ മഹിജയുടെ കൂടെ നിൽക്കുന്നു എന്ന് ബോധ്യം വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കുടുംബമായിട്ട് പോലും ആ കുടുംബത്തോട് നീതി പുലർത്താൻ സാധിക്കാതെ CPIMന്റെ പാലക്കാട് ജില്ലാ സംസ്ഥാന നേതൃത്വം കൃഷ്ണദാസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണക്കിഴിയുടെ വലിപ്പത്തോട് നീതി പുലർത്തേണ്ട ഗതികേടുണ്ടായപ്പോൾ ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു മന്ത്രി ബാലൻ, എനിക്കറിയാം, ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്, ആ മന്ത്രി ബാലന് മുഖ്യമന്ത്രിയുള്ള സ്വാധീനം ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്താണ്. അത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ആ പണക്കിഴിയുടെ വലിപ്പം കൊണ്ടാണ് കൃഷ്ണദാസിന് ഒളിവിൽ പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തത്. ഈ കേസിലല്ലല്ലോ കൃഷ്ണദാസിനെ പിടിച്ചത്. പിടിക്കേണ്ട സാഹചര്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിനുണ്ടായത് എന്താ? കാരണം ശ്രീജിത്ത് ചില സത്യങ്ങൾ തുറന്നു പറയുമെന്ന് മനസ്സിലായപ്പോൾ, മഹിജ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് മനസ്സിലായപ്പോൾ മറ്റൊരു കേസിൽ പിടിച്ച കൃഷ്ണദാസിനെ സൗകര്യമുള്ള സമയത്ത് പോലീസ് വിളിച്ചു വരുത്തുന്നു. എപ്പോഴാണ് വിളിച്ചു വരുത്തിയത്? മഹിജ സമരം തീരുമാനിക്കുമ്പോൾ, ഇന്ന ദിവസം ഞാൻ സമരം നടത്താൻ പോകും, സമരം തുടങ്ങും എന്ന് പറയുമ്പോൾ കൃഷ്ണദാസിനെ 2 മണിക്കൂർ വിളിച്ചു വരുത്തിയിട്ട് തൊട്ട് തലോടിയിട്ട് ചോദ്യം ചോദിച്ചു വിട്ടയക്കുന്ന കള്ളനും പോലീസും കളിയല്ലേ ഈ കേരളത്തിൽ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ എന്താ മഹിജ പറഞ്ഞിട്ടുള്ളത്? എൻ്റെ മകൻ മരിച്ചു, എനിക്കിനി ജീവിക്കേണ്ട കാര്യമില്ല, മകന്റെ പ്രതികളെ പിടിക്കണം. അതാണ് അമ്മയുടെ ആവശ്യം. ചവിട്ടിയ പോലീസിനെ അതിനിപ്പോൾ ക്രൈംബ്രാഞ്ച് ADGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം, ഇനി ഒളിവിൽ പോയവരെ കണ്ടെത്താൻ പാരിതോഷികം, ഇങ്ങനെ സർക്കാരും അല്ലെങ്കിൽ പോലീസും മുന്നോട്ട് പോകുന്നു. ഈ കുടുംബത്തിന്റെ ജീവൻ രക്ഷിക്കണം, അവരുടെ സമരം അവസാനിപ്പിക്കണം, അതല്ലേ ഒരു അടിയന്തര ആവശ്യം. അതിലേക്ക് പോകാൻ ഈ പിടിവാശികൾ എല്ലാ ഭാഗത്തും അവസാനിപ്പിക്കണ്ടേ? മഹിജയെ കാണാൻ പോയ സമയത്ത് മഹിജയോട് ഞാൻ ചോദിച്ചതാണ്, മഹിജ വെള്ളം പോലും കുടിക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് ഒരു മുറിയിലേക്ക് മാറിക്കിടന്നാൽ, മഹിജയ്ക്ക് തൈറോയിഡ് പേഷ്യൻ്റ് ആണ്, മഹിജയ്ക്ക് BP ഉൾപ്പെടെ നിരവധി അസുഖങ്ങളാണ് ആ സഹോദരിക്കുള്ളത്. മകൻ നഷ്ടപ്പെട്ടതിന് ശേഷം അതിനൊക്കെ ഞങ്ങൾ രാഷ്ട്രീയക്കാർ മഹിജയെ കാണാൻ ചെല്ലുമ്പോൾ അവിടെ രാഷ്ട്രീയക്കാരായിട്ടല്ല പോയത്, ഒരമ്മയായിട്ടാണ് പോയത്. അവിടെ ചെന്ന് മഹിജയോട് പേവാർഡിലേക്ക് മാറണ്ടേ എന്ന് ചോദിച്ച സമയത്ത് മഹിജ പറഞ്ഞത്, ഞാനിനി തറയിലേക്കാണ് ഇറങ്ങിക്കിടക്കുക എന്നാണ് പറഞ്ഞത്. കാരണം ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തൻ്റെ മകൻ നഷ്ടപ്പെട്ട് ജീവച്ഛവമായി ജീവിക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയെ കള്ളി എന്നല്ലേ ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി വിളിച്ചത് ഈ പത്രപരസ്യത്തിലൂടെ? അപ്പൊ മഹിജയെ ചവിട്ടിയിട്ടില്ല, മഹിജയുടെ ശരീരത്തിൽ എവിടെയും വേദനിപ്പിച്ചിട്ടില്ല. മഹിജയും ഒരു 16-18 ആള് ചെന്നാൽ തകർന്നു വീഴുന്നതാണോ ഈ DGPയുടെ ഓഫീസ് സംവിധാനം? ആണോ? അത് കേരള പോലീസ് തന്നെ ആവർത്തിച്ച്, ശോഭ സുരേന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ കേരള പോലീസ് ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അത്ര വലിയ സുരക്ഷാ പ്രശ്നം അവിടെ ഉണ്ട്. 3-4 ആളുകൾ വന്നാൽ തീരുന്നതേ ഉള്ളൂ. ആ നിലയിലാണ് പോലീസ് ഇക്കാര്യങ്ങളെ കാണുന്നത്. ശ്രീ വാസവൻ, ഇത് പറയുമ്പോഴും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഇന്നലെ പറഞ്ഞത് കുറച്ചുകൂടി വ്യക്തതയുള്ളതാണ്. സാമാന്യ ബുദ്ധിയില്ലാതെ, പ്രായോഗിക ബുദ്ധിയില്ലാതെ പോലീസ് ആ സമയം അവിടെ വിഷയത്തെ കൈകാര്യം ചെയ്തു. സെറ്റിൽ ചെയ്യാമായിരുന്ന ഒരു പ്രശ്നത്തെയാണ് ഇങ്ങനെയാക്കി തീർത്തതെന്ന് മേഴ്സിക്കുട്ടിയമ്മയെങ്കിലും വളരെ പരസ്യമായി ഈ സർക്കാരിൻ്റെ ഭാഗമായ ഒരു മന്ത്രി ഇന്നലെ പറഞ്ഞു. മാധ്യമങ്ങൾ വന്നാണ്, ഞാനൊരു തർക്കപ്രശ്നമായി ഉന്നയിച്ചതല്ല. പക്ഷേ ഇവിടെ ഒരു പ്രധാന പ്രശ്നം, അവർ 3 ദിവസം പിന്നിടുന്ന ഘട്ടം, ഇപ്പോൾ പറഞ്ഞാൽ നിരവധി അസുഖങ്ങളുള്ള ഒരു സ്ത്രീ വളരെ പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിക്കുന്നു. അഴിമതിയും സ്വാധീനവും കൃഷ്ണദാസുമായി ബന്ധപ്പെടുത്തി സർക്കാരിന് നേരെ ഉന്നയിക്കാൻ ഇവർക്കൊക്കെ ശക്തമായി കഴിയുന്നു. ഈ സ്ത്രീയുടെയും ആ കുടുംബത്തിലെ പലരുടെയും ജീവൻ രക്ഷിക്കേണ്ട ഒരു അടിയന്തര സാഹചര്യം, ഇതിനൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമീപനം നിർഭാഗ്യവശാൽ സർക്കാരിനില്ല. പരസ്യം വരുന്നു, പരസ്യത്തിലൂടെ അവർ പറഞ്ഞതെല്ലാം നിരാകരിക്കുന്നു. ഒരു മനസാക്ഷി കുത്തും സർക്കാരിനില്ല എന്ന് മുഖ്യമന്ത്രിയും പരസ്യമായി പറയുന്നതോടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ശരത്ത് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. അതിനു മുമ്പ് മറ്റവർ ഉന്നയിച്ച ആക്ഷേപത്തിന് മറുപടി പറയാൻ കൂടി അവസരം തരണം. ശരി. കൃഷ്ണദാസിൽ നിന്ന് പണക്കിഴി വാങ്ങി എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അതിനാർക്കും ഒരു തെളിവ് കൊണ്ടുവരാനോ അങ്ങനെ ഒരു സംഭവം ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ പണക്കിഴി നേരിട്ട് കൊടുക്കുന്ന തത്സമയ പ്രക്ഷേപണം ഞാനും നിങ്ങളും കണ്ട ഒരു സംഭവം ഞാൻ പറയാം. tehelka.com പുറത്തു കൊണ്ടുവന്ന
ബംഗാരു ലക്ഷ്മൺ എന്ന് പറഞ്ഞ BJP-യുടെ പ്രസിഡന്റ് അവരുടെ ആസ്ഥാനത്ത് വെച്ച് കോടിക്കണക്കിന് രൂപ കൈക്കൂലി മേടിച്ച് മേശക്കകത്തോട്ടാണ് പുറത്തു വന്നത്. അതിന്റെ പേരിലാണ് അയാൾ അത് BJP-യുടെ പ്രസിഡന്റാണ്. അങ്ങനെ കണക്കിന് വാങ്ങുന്ന BJP-യുടെ പ്രസിഡന്റുമാരാണ്. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളല്ല. നിങ്ങൾ എന്തിനാ വളം വെക്കുന്നത്? നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്താ ഉണ്ടായിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ല. നിങ്ങളൊരു മര്യാദക്ക് സംസാരിക്കുക. നിങ്ങളൊരു മര്യാദക്ക് സംസാരിക്കും. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല. മാന്യത കാണിക്കുക. ഞാൻ ഇക്കാര്യത്തിൽ സൂചിപ്പിച്ചു. കണക്കിഴി വാങ്ങിച്ചിട്ടാണ് ഈ കാര്യം ചെയ്തത്. അപ്പൊ അല്ല, അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു സ്വയംഭരണ സുരേന്ദ്രൻ ഒരു മര്യാദ കാണിക്ക്. അതൊരു സംസ്കാരത്തിന്റെ പ്രശ്നമാണ്. മറ്റൊരാൾ സംസാരിക്കാതിരിക്കുക. പ്രതിപക്ഷ ബഹുമാന. അപ്പൊ ആ രൂപത്തിലെടുക്കുമ്പോൾ ഇന്ത്യയിലാകെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു പാർട്ടി കൈക്കൂലി വാങ്ങുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം കണ്ടത് ബംഗാരു ലക്ഷ്മൺ വാങ്ങുന്നതാണ് 1000 ഇടപാടുമായി ബന്ധപ്പെട്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടര് ഇവിടെ വന്നിരുന്നിട്ട് പണക്കിഴി വാങ്ങുന്നു പറയുന്നത് എന്തൊരു അപമാനകരമായ കാര്യമാണ്. ഇവിടെ ഈ വിദ്യാർത്ഥിയുടെ പ്രശ്നത്തിൽ രോഷം കൊള്ളുന്നവർ എന്തുകൊണ്ട് രോഹിത് ബെമൂരിയുടെ പ്രശ്നത്തിൽ ആ നീതി ഉറപ്പാക്കി കൊടുക്കാൻ BJP-യുടെ ദേശീയ ഗവൺമെന്റ് തയ്യാറായില്ല? എന്തുകൊണ്ട് ജയൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയെ കോടതിക്കകത്ത് പോലും BJP-ക്കാര് വക്കീലന്മാരുൾപ്പെടെ ഇട്ട് അടിക്കുന്ന രംഗം, പട്ടിയെപ്പോലെ തല്ലുന്ന രംഗം നമ്മൾ കണ്ടില്ലേ? ഒരമ്മയുടെ വികാരപ്രകടനം നമ്മൾ കണ്ടില്ലേ? ശോഭാ സുരേന്ദ്രൻ അവിടെയൊന്നും രോഷം കൊണ്ടില്ലല്ലോ. അതിനൊപ്പം നിന്ന ശ്രീ വാസവൻ, അതിനൊപ്പം നിന്ന ഒരു പാർട്ടിയുടെ അതാണ് വാസവൻ, അവിടെ തന്നെയാണ് താങ്കൾ പറഞ്ഞതിലാണ് എന്റെ പ്രാധാന്യം നിൽക്കുന്നത്. അന്ന് അതിനൊപ്പം നിന്ന ഒരു പാർട്ടി ഭരിക്കുന്ന സർക്കാരാണ് ശ്രീ വാസവൻ. ആ പാർട്ടി ഭരിക്കുന്ന സർക്കാരാണ് കേരളത്തിൽ. അപ്പോൾ ആ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി എന്ത് ചെയ്യും? പ്രാധാന്യത്തിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക്. ജീവൻ നിശ്ചയമായും സ്ഥലത്തെ ആ കാര്യത്തിൽ പറഞ്ഞല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആധികാരിക സ്വരത്തിൽ പറഞ്ഞില്ലേ, എന്റെ ഗവൺമെന്റും കേരളത്തിലെ പോലീസുമെല്ലാം ഈ കുടുംബത്തോടൊപ്പമാണ്. ഏത് മാളത്തിൽ പോയി അങ്ങനെ കരുതണമെങ്കിൽ ശ്രീ വാസവൻ, അങ്ങനെ കരുതണമെങ്കിൽ കുറച്ചുകൂടി വിട്ടുവീഴ്ച അങ്ങനെ കരുതണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ കുറച്ചുകൂടി വിട്ടുവീഴ്ച മനോഭാവം, സ്വരത്തിൽ, വാചകത്തിൽ ഒക്കെ ഉണ്ടാവണം. പക്ഷെ ഇല്ലല്ലോ. നിങ്ങൾ ആ വിഷയത്തെ പിന്നെ ചോദ്യം ചെയ്യുന്നെന്താ? ഒരു പരിഹാരത്തിന് കുറച്ചുകൂടി വിട്ടുവീഴ്ചയും കടുംപിടുത്ത ഒഴിവാക്കലും വേണ്ടേ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലായി, ഗവൺമെന്റ് ആത്മാർത്ഥയെ ചോദ്യം ചെയ്യേണ്ട പ്രശ്നമില്ല. ഞാൻ അതൊന്നുമല്ല, ഞാൻ ആ തർക്കത്തിനല്ല. പ്രശ്ന പരിഹാരം സർക്കാരിന് കടുംപിടുത്തമുണ്ടോ? നിശ്ചയമായും പരിശോധിക്കുന്നതിന്റെ ഭാഗമല്ലേ ഇപ്പോ IGയെ കുറിച്ച് അന്വേഷണം നടത്തുന്നത്. അതൊക്കെ അപ്രസക്തമാകുന്ന നിലയിൽ ഒരു പരസ്യം തന്നെ ഈ സർക്കാർ കൊടുത്തല്ലോ ശ്രീ വാസവൻ. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു, അതെല്ലാം ചർച്ച ചെയ്തു. ആ പരസ്യവും തള്ളിക്കളയുന്നു, ആ കുടുംബവും ബാക്കിയുള്ള അതൊക്കെ പോട്ടെ. നിരാഹാര സമരം ചെയ്യുന്നവരുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു അടിയന്തര സാഹചര്യം സർക്കാർ കാണുന്നുണ്ടോ? അത് പറയാനല്ലേ PRD. അതും കഴിഞ്ഞ് ശ്രീ വാസവൻ ഒറ്റ കാര്യം, ഈ ജീവനുകൾ രക്ഷിക്കാൻ, ഈ സമരം അവസാനിപ്പിക്കാൻ കടുംപിടുത്തമില്ലാതെ സർക്കാർ ഇടപെടുമോ? കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതല്ലേ വസ്തുത. അങ്ങനെ വിചാരിക്കുന്നുണ്ടോ ബിന്ദു കൃഷ്ണ, ശോഭാ സുരേന്ദ്രൻ? ഒറ്റ വാചകത്തിൽ പ്ലീസ്. എവിടെയാ കടുംപിടുത്തം? അത് നിങ്ങൾ പറ. എവിടെയാ കടുംപിടുത്തം? സർക്കാരിന് കടുംപിടുത്തമില്ല. പ്രേക്ഷകരെല്ലാം കേൾക്കെ ശരത്ത് പറഞ്ഞതാണ്. വാസവൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ അവസരം തരുമെന്ന്. അതുകൊണ്ട് വേഗമായിട്ട് ശരത്തിന്റെ വാക്കുകൾ മാറുകയാണ് പ്രേക്ഷകരുടെ മുന്നിൽ. അല്ല, രണ്ട് കാര്യങ്ങൾ എനിക്ക് മറുപടി പറയാൻ രണ്ട് കാര്യങ്ങൾ മറുപടി പറയാനുണ്ട്. ആലപ്പുഴയിലെ സംഭവം, വാസവന്റെ നേതാവാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി, അന്വേഷിക്കണം. ആ ചെറുപ്പക്കാരൻ മരണമടഞ്ഞതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. BJP-യുടെ മെമ്പർഷിപ്പ് എങ്ങനെ ശരിയാകും? BJP-യുടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് 18 വയസ്സിലാ. അപ്പോൾ ആ കുട്ടിയുടെ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള തർക്കത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു കൊലക്കേസിനെയാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ വാസവൻ ചിത്രീകരിച്ചത്. 2, രോഹിത് വെമുല വിഷയം നമ്മളൊക്കെ ചാനലിൽ കുത്തിയിരുന്ന മണിക്കൂറുകൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ രോഹിത് വെമുലയെ കുറിച്ച് ഇപ്പോ ഇങ്ങനെ കരയുന്ന ശ്രീമാൻ വാസവൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനോടൊന്ന് പറയണം. ജിഷ്ണു പ്രണോയുടെ കേസിലെ കൃഷ്ണദാസിനെ പിടിക്കാൻ എന്താ വൈകിയത് ചോദിക്കണം. എന്താ വൈകിയതെന്ന് അറിയുമോ? കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുള്ള നെഹ്റു ഗ്രൂപ്പിന്റെ ഉടയോന്റെ കയ്യിൽ നിന്ന് അങ്ങയുടെ നേതാവ് മിസ്റ്റർ പിണറായി വിജയന്റെ കയ്യിൽ വരെ പണക്കിഴി എത്തിയിട്ടുണ്ട് എന്ന് കേരളത്തിന്റെ ശോഭാ സുരേന്ദ്രൻ വീണ്ടും ആ ആരോപണം ഉന്നയിക്കുകയാണ്. വാസവൻ വീണ്ടും ഗൗരവത്തോടെ ആരോപണം ഉന്നയിക്കുന്നു. മിസ്റ്റർ ശരത്,
കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന രാജാവ് മണ്ടനാണ്. തെളിവുണ്ടോ ശോഭ? തെളിവെന്താ? ഞാൻ പറഞ്ഞ അതിർത്തി കാക്കുന്ന ഭടന്മാരുടെ ശവപ്പെട്ടി വാങ്ങുന്നതിൽ പോലും അഴിമതി നടത്തിയവരാണ് BJP-ക്കാർ. നമ്മൾ കണ്ടതല്ലേ? ബിന്ദുകൃഷ്ണയുടെ കൂടി അഭിപ്രായം ഒന്ന് കേൾക്കണം. കടുംപിടുത്തമില്ല, ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുന്നതിൽ സർക്കാരിന് കടുംപിടുത്തമില്ല പറയുന്നു വി എൻ വാസവൻ പറയുന്നു. കടുംപിടുത്തമില്ല സർക്കാരിന്. സർക്കാരിന് കടുംപിടുത്തമില്ലെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പുത്രദുഃഖത്താൽ വേദനിക്കുന്ന അമ്മയെ കാണാൻ തയ്യാറാകുന്നില്ല? മുഖ്യമന്ത്രിയുടെ പരമമായ കർത്തവ്യമാണ്. മുഖ്യമന്ത്രി ദുരഭിമാനം വെടിഞ്ഞിട്ട് ആ അമ്മയെ പോയി കാണൂ, എന്നിട്ട് വാചകം അടിക്കൂ. ഈ നീറുന്ന മാതൃഹൃദയത്തിന് ഒരു ആശ്വാസം കൊടുക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന് കഴിയുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് തന്നെയാണ്. ഈ ഘട്ടത്തിൽ ഈ സമരങ്ങൾ അവസാനിപ്പിക്കാൻ അടിയന്തരമായുള്ള നടപടികൾ എന്താകും ഉണ്ടാവുക? പരിഹാര സാധ്യതകൾ എങ്ങനെ രൂപപ്പെടും? ആര് മുൻകൈയെടുക്കും? അതുതന്നെയാണ് കാത്തിരിക്കാനുള്ളത്. ഇക്കാര്യത്തിൽ 3 ദിവസം പിന്നിട്ടുള്ള സമരത്തിലേക്ക്, നിരാഹാര സമരത്തിലേക്ക് മഹിജ പോകുന്നു. മഹിജയുടെ മകൾ അവിഷ്ണുവായി പോവുകയാണ് സ്വന്തം വീട്ടിൽ. അമ്മാവൻ ശ്രീജിത്തും സമരം തുടരുന്നു. സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നു എന്ന നിലപാടുമായി പരസ്യവും പ്രസിദ്ധീകരിച്ച് മുഖ്യമന്ത്രി മനസാക്ഷി കുത്തില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചും നിൽക്കുന്നു. എവിടെയാണ് ഒരു സമവായം രൂപപ്പെടുക? കാത്തിരിക്കാനേ നിവൃത്തിയുള്ളൂ. ശ്രീ വി എൻ വാസവൻ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ബിന്ദു കൃഷ്ണ, അഡ്വക്കേറ്റ് രാംകുമാർ ഞങ്ങളുമായി സഹകരിച്ചതിന്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.